ആ എക്സ്പോസിഷൻ ഉണ്ടാകുന്നതിന് ഒരു കാരണമായി തീർന്നത് ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമാണ്. ഈജിപ്തിലാണ് അതിന്റെ തുടക്കം. ഇന്ന് കേരളത്തിൽ ക്രിസ്ത്യാനികൾ മറ്റും ഈ യഹൂദർക്ക് വേണ്ടി വാദിക്കുമ്പോൾ അവരുടെ ചരിത്രം മുഴുവൻ പറയുന്നത് അവരെ വേട്ടയാടിയത്, അവരെ കൊന്നൊടുക്കിയത്, അവരെ ഗ്യാസ് ചേമ്പറിലേക്ക് അയച്ചത്, അവരെ പീഡിപ്പിച്ചത്, അവരെ ജീവനോടെ കത്തിച്ചത് ഒക്കെ തന്നെ ക്രിസ്തുമതത്തിന്റെ പേരിലാണ്. യൂറോപ്പിൽ ആകെ തന്നെ, യൂറോപ്പിൽ ഏത് രാജ്യത്ത് ചെന്നാലും പഴയ യഹൂദ പീഡനത്തിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. പിന്നീട് അത് ട്രാൻസ്ഫോം ചെയ്യുകയാണ്, ഒരു ഇസ്ലാമിക് ജൂയിഷ് കോൺഫ്ലിക്റ്റ് ആയിട്ട് അത് ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്ന 1920s. കാരണം സമാന്തരമായ വേറൊരു സംഗതിയും കൂടി പീരീഡിലുണ്ട്. ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് 1920s തന്നെയാണ് ഹിന്ദുത്വം വളർന്നു വരുന്നത്. ഇതിനെന്തെങ്കിലും പരസ്പര ബന്ധമുണ്ടോ? ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന കോൺഫ്ലിക്റ്റിന്റെ ഫോളോ അപ്പ് എന്ന നിലയിൽ ഞാൻ ഒരു പോസ്റ്റും അതല്ലെങ്കിൽ ഒരു വീഡിയോ ഒന്നും ചെയ്തിരുന്നില്ല. അതിനൊരു കാരണമുണ്ട്. ഒരു യുദ്ധം നടക്കുന്ന വേളയിൽ അതിൽ ഒരു വശത്തിന്റെ ശരിയോ അല്ലെങ്കിൽ മറുവശത്തിന്റെ തെറ്റോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിങ്ങനെ നിരന്തരം നമ്മൾ ആൾക്കാരുടെ മനസ്സിൽ എരികേറ്റുക എന്ന് പറയുന്ന രീതിയിൽ ഒരു സംഭാഷണം അരുത് എന്നാണ് എൻ്റെ ഒരു മനസ്സ് എന്നോട് പറഞ്ഞത്. യുദ്ധം എല്ലാവരും വാച്ച് ചെയ്യുന്നവരാണ്, അതേക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ എല്ലാവരും കാണുന്നവരാണ്. അതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് ഇരുപക്ഷവും പറയുന്നതിന് ഭാഗികമായ സത്യമുണ്ടാകും, ഭാഗികമായ അസത്യങ്ങളുണ്ടാകും, പ്രചരണപരമായ അംശങ്ങളുണ്ടാകും, എതിരാളിയെ നിലംപരിശാക്കാവുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാകാം. പക്ഷെ ഇതിൽ നിന്നൊക്കെ വസ്തുതകൾ വേർതിരിച്ചെടുക്കാവുന്ന ഒരു വിവേചന ബുദ്ധി ഉള്ള ആൾക്കാരാണ് പൊതുവെ മലയാളികൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. നമ്മൾ പല മലയാളികളും ഒരു പത്രമല്ല 2-3 ദിനപത്രങ്ങൾ വായിക്കുകയും ഒരേ സമയത്ത് അത് മനോരമയിൽ കേട്ടിട്ട് ദേശാഭിമാനിയിലും കേട്ട് അത് ജനം ടിവിയിലും കേട്ട് ഇത് കമ്പയർ ചെയ്ത് കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് പൊതുവെ നമ്മുടെ ആൾക്കാരെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ട്യൂട്ടറിങ് ഓർ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ലോക വ്യവഹാര മേഖലയിൽ നമുക്ക് ആവശ്യമില്ല. കാരണം നമുക്കൊക്കെ ചിന്തിക്കാനും മനസ്സിലാക്കാനും ജഡ്ജ് ചെയ്യാനും ഒക്കെയുള്ള കപ്പാസിറ്റി ഉള്ളവരാണ്. നമ്മൾ ആൾക്കാരെ എങ്ങനെ ചിന്തിക്കണം എന്ന് ഗൈഡ് ചെയ്ത് ഒരു പാതയിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ശരിയെന്ന് കരുതുന്ന ഒരു പാതയിലേക്ക് ആട്ടുംപറ്റത്തെ പോലെ ആൾക്കാരെ കൊണ്ടുപോകണം എന്ന ശാഠ്യം നമുക്കുണ്ടാവണ്ട എന്നൊരു നിലപാടാണ് എനിക്കുണ്ടായിരുന്നത്. കാരണം വാർ എന്ന് പറയുന്നത് ആർക്കെതിരെ നടത്തിയാലും അത് നല്ലതല്ല, അതിൻ്റെ ഫലം മനുഷ്യന്റെ ദുരിതമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അവിടെ ഒരു പക്ഷത്തും സംസാരിക്കാൻ ഞാൻ തയ്യാറല്ല എന്നൊരു നിലപാടാണ് ഇക്കാര്യത്തിന് എനിക്കുള്ളത്. പക്ഷേ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിലും ഒരു പൊളിറ്റിക്കൽ സയൻസ് സ്റ്റുഡന്റ് എന്ന നിലയിലും ഇത്തരം കാര്യങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനെ ഒരു ഹിസ്റ്റോറിക്കൽ ആൻഡ് അനലിറ്റിക്കൽ ആംഗിളിൽ കാണണം എന്ന് പറയുന്നത് പ്രധാനമാണ് എന്നെനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ ഒരു ഇക്കാര്യത്തെക്കുറിച്ച് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അടിസ്ഥാനപരമായി വേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഈ ചരിത്ര സന്ധിയിൽ എത്തിച്ചേർന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വമായി പ്രവർത്തിക്കേണ്ടത്, നമ്മളെ ഗൈഡ് ചെയ്യേണ്ടത് നമ്മുടെ മുൻവിധികൾ ആവരുത്. നമ്മുടെ മുൻവിധികൾക്ക് അപ്പുറത്തായിട്ട് വസ്തുതകളെ നമ്മൾ വേർതിരിച്ചറിയാൻ പറ്റണം. ഇങ്ങനെയൊക്കെ ഞാൻ ആമുഖമായി പറയുന്നത് ഇന്നത്തെ അറബ് ഇസ്രയേലി കോൺഫ്ലിക്റ്റ് എന്ന നിലയിലോ അല്ലെങ്കിൽ ജിഹാദിസ്റ്റുകളും സയോണിസ്റ്റുകളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് എന്നോ ഒക്കെ പറയുന്ന ഇന്നത്തെ ഈ യുദ്ധം എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്ത നമുക്ക് ആദ്യം ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓരോന്നും എടുക്കാം. ഞാൻ ഈ 2 പേരുകളും 2 വിഷയങ്ങളും വളരെ ആലോചിച്ചാണ് തിരഞ്ഞെടുത്തത്, ജിഹാദിസവും സയോണിസവും. ആദ്യം തന്നെ നമുക്ക് ജിഹാദിസത്തെ കുറിച്ച് പറയാം. ഞാൻ ജിഹാദിസത്തെയും സയോണിസത്തെയും പിന്താങ്ങാത്ത ആളാണ്. രണ്ടിനകത്തും വളരെ അപകടകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ആധുനിക സംസ്കാരത്തിനോ ആധുനിക ലോക വ്യവസ്ഥയ്ക്കോ സ്വീകാര്യമല്ലാത്ത കാര്യങ്ങളാണ് ജിഹാദിസവും സയോണിസവും മുന്നോട്ട് വെക്കുന്നത്. ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് പറയട്ടെ, എന്താ ഈ ജിഹാദിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ? ജിഹാദ് എന്ന് പറയുന്ന പദം അറബിക് ഭാഷയിൽ എന്താണ് അർത്ഥം, അല്ലെങ്കിൽ ഖുറാനിൽ ആ സംജ്ഞ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നതിലേക്കൊക്കെ പോകുന്നതിന് പകരമായിട്ട് വളരെ ഒരു സ്പിരിച്വൽ സ്ട്രഗിൾ എന്ന നിലയിൽ തന്നെയാണ് ഇത് ഒറിജിനലി മെൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ സ്പിരിച്വൽ സ്ട്രഗിൾ എന്ന് പറയുമ്പോൾ അതിനൊരു മിലിറ്റന്റ് നേച്ചറുണ്ട്. മിലിറ്റന്റ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് ധാരാളമുണ്ട്. ഇൻ ഡിഫൻസ് ഓഫ് ഇസ്ലാം ഓർ ഫോർ ദി എക്സ്പാൻഷൻ ഓഫ് ഇസ്ലാം, ഇസ്ലാമിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയോ അതല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വ്യാപന മേഖല വിപുലമാക്കുന്നതിന് വേണ്ടിയോ ഉപയോഗിക്കാവുന്ന ഒരു അഗ്രസീവായിട്ടുള്ള അതേസമയം സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സ്ലോഗനാണ്
ജിഹാദ് എന്ന് പറയുന്നത്. അതിനൊരു ഒരു ഒരു റിലീജിയസ് കൊണറ്റേഷൻ ഉണ്ട്, പൊളിറ്റിക്കൽ കൊണറ്റേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരു മിലിറ്ററി കൊണറ്റേഷൻ ഉണ്ട്. അത് എങ്ങനെയാണ് അത് ആൾക്കാർ ഉപയോഗിക്കുന്നത് എന്ന നിലയിലാണ് അതിൻ്റെ സാധ്യതകൾ തെളിഞ്ഞു വരുന്നത്. ആദ്യത്തെ ഇസ്ലാമിക് കോൺക്വസ്റ്റുകൾ നടക്കുന്ന എപ്പോഴാണ്? നമുക്കൊക്കെ അറിയാം, 7-8 നൂറ്റാണ്ടുകളിലാണ് ഇസ്ലാമിക് കോൺക്വസ്റ്റുകൾ എന്ന് പറയുന്നത് നടക്കുന്നത്. മുഹമ്മദിന്റെ കാലത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കാലത്ത് വളരെ വലിയ എക്സ്പാൻഷൻ ഒന്നും നടക്കുന്നില്ല. പിൽക്കാലത്താണ് വലിയ എക്സ്പാൻഷൻസ് നടക്കുന്നത്. ആ സമയത്ത് ഈ ഇസ്ലാമിക ഭരണത്തിന്റെ എക്സ്പാൻഷനിസത്തിന് വേണ്ടി വളരെ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഒരു ടേമാണ് ജിഹാദ്. ഈ സൈനികരുടെ സമരവീര്യത്തെ ഉണർത്തുന്നതിനോ ഉത്തേജിപ്പിക്കുന്നതിനോ വേണ്ടി ഈ ജിഹാദ് എന്ന് പറയുന്ന ആശയം വളരെ വ്യാപകമായി അക്കാലത്ത് തന്നെ ഉപയോഗിച്ചിരുന്നു. ഇനി ഇതിനെ ഒരു ഇന്നർ സ്പിരിച്വൽ സ്ട്രഗിൾ ആണ് എന്ന് വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള സ്കൂൾസ് ഓഫ് തോട്ട് ഉണ്ട്. ഇതൊന്നും നമ്മൾ കാണാതെ പോകരുത്. ഇത് ആന്തരികമായ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു യുദ്ധമാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന ഇസ്ലാമിക പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ഇന്ന് നമുക്ക് പ്രാബല്യമുള്ള വ്യാഖ്യാനം എന്ന് പറയുന്നത് വളരെ കൃത്യമായി തന്നെ ആം സ്ട്രഗിൾ, സായുധ സമരത്തിലൂടെ ലക്ഷ്യപ്രാപ്തി നേടുക. ആ ലക്ഷ്യം എന്താണ്? ഒന്നുകിൽ ഇസ്ലാമിന്റെ വിശ്വാസം സംരക്ഷിക്കുക, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ എക്സ്പാൻഷൻ സാധ്യമാകുക. ഇത് രണ്ടുമാണ് ഇതിനകത്ത് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് എന്താണ് യഥാർത്ഥ ഇസ്ലാം, ആ യഥാർത്ഥ ഇസ്ലാമിനെ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ വ്യത്യസ്തമായ ഒരുപാട് നിലപാടുകളുണ്ട്. നമുക്കറിയാം, ഇപ്പൊ ഐസിസിന്റെ ജിഹാദിന്റെ ലക്ഷ്യം എന്ന് പറയുന്നതും താലിബാന്റെ ജിഹാദിന്റെ ലക്ഷ്യം എന്ന് പറയുന്നതും വളരെ വ്യത്യസ്തമാണ്. താലിബാൻ ലക്ഷ്യമാക്കുന്നത് വളരെ കൃത്യമായി പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ട്രൈബൽ സൊസൈറ്റിയുടെ വാല്യൂ സിസ്റ്റത്തെ അതേപടി മെയിൻറ്റെയിൻ ചെയ്യാനാണ് അവർ നോക്കുന്നത്. അപ്പൊ ഇസ്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്ന വാല്യൂ സിസ്റ്റവുമായി നോക്കിക്കഴിഞ്ഞാൽ അന്നും ഉണ്ടായിരുന്ന ഈ ട്രൈബൽ സൊസൈറ്റീസ് വളരെ ആക്റ്റീവായിരുന്നു. ഈ മോഡേൺ ഡേ ജിഹാദിസം വളർന്നു വരുന്നതിന് മുമ്പായിട്ട് പോലും ഈ പാകിസ്ഥാനിലെ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ് എന്നാണ് അന്ന് ആ ഭാഗം അറിയപ്പെട്ടിരുന്നത്, അവിടെയും അഫ്ഗാനിസ്ഥാന്റെ തെക്കൻ മേഖലകളിലും ഇത്തരം ട്രൈബൽ ചീഫ്റ്റൻസ് ഇസ്ലാമിക നിയമങ്ങൾ അവരുടെ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് വ്യാപകമായി മുന്നോട്ട് പോയിരുന്നു. അവിടെയാണ് സ്ത്രീകൾ പഠിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നിലപാട്, അവർ വീട്ടിലിരിക്കേണ്ടതാണ്, അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ജനാലകൾ ഉണ്ടാകാൻ പാടില്ല, കാൽപാദം കണ്ടു കഴിഞ്ഞാൽ അവരെ വെടിവെച്ച് കൊല്ലാം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഒരു യഥാർത്ഥ ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രഖ്യാപനത്തിൽ അവർ ഉൾപ്പെടുത്തി കൊണ്ടുപോവുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ കാണുന്ന ഇസ്ലാമിന്റെ ഒരു വകഭേദം ഒരു തരത്തിലും സ്ത്രീകൾക്ക് മുഖം പോലും കാണിക്കാൻ പറ്റാതെ ജീവിക്കാനുള്ള അവസ്ഥയാണ് കൊടുക്കുന്നത്. 1950-കളിലൊക്കെ ഉള്ള അഫ്ഗാനിസ്ഥാനിലെ ആൾക്കാരുടെ ചിത്രങ്ങളൊക്കെ ഇന്ന് കാണുമ്പോൾ നമ്മൾ അമ്പരന്ന് പോകും. ഏതൊരു ആധുനിക സമൂഹത്തെയും പോലെ സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന് സഞ്ചരിക്കുകയും അവർ പൊട്ടിച്ചിരിക്കുകയും റെസ്റ്റോറൻറ്റുകളിൽ ഇരിക്കുകയും ഒന്നിച്ച് ചായ കുടിക്കുകയും അല്ലെങ്കിൽ ഇവരെല്ലാവരും ഒരേ സ്ഥലത്ത് പോയി ഒരുപോലെ ഇരുന്ന് ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു ലോകം അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം പോയി. ഇറാനിൽ ഇസ്ലാമിന്റെ മറ്റൊരു രൂപമാണ്. അവിടെ സ്ത്രീകൾക്ക് ജോലി ചെയ്യാം, സ്ത്രീകൾക്ക് പഠിക്കാം. ഒരേ ഇസ്ലാമിന്റെ മറ്റൊരു വ്യാഖ്യാനമാണ്. പക്ഷേ സ്ത്രീകൾ ചില മൊഡസ്റ്റി, അവരുടെ വ്യാഖ്യാനം അനുസരിച്ചുള്ള ചില മൊഡസ്റ്റിക്ക് വിധേയമാകണം, തലയിൽ തുണിയിട്ടുകൊണ്ട് നടക്കാവുള്ളൂ, മുടി കാണിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന കഠിനമായ വ്യവസ്ഥകളുണ്ട് അവിടെ. ഇപ്പൊ അർസഹമീനിയുടെ ഒക്കെ കഥ എല്ലാവർക്കും അറിയാം അല്ലെ? മുടി വെളിയിൽ കണ്ടതിന് ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ടുപോയി തല ഭിത്തിയിൽ ഇടിപ്പിച്ച് കൊന്നു. അതേ തുടർന്ന് അവിടെ വലിയൊരു ജനകീയ മുന്നേറ്റം തന്നെ ഉണ്ടായി. അവിടെ ആയിരക്കണക്കിന് സ്ത്രീകൾ വെളിയിലേക്ക് വരുന്നു. അവരെല്ലാം തന്നെ അവരുടെ ഹിജാബ് വലിച്ചെറിയുന്നു. അങ്ങനെ ഒരു രാജ്യത്തിന്റെ തന്നെ ഭരണം തന്നെ മാറി വന്നേക്കും എന്ന് കരുതുന്ന മറ്റുള്ള ഒരു വലിയ ജനകീയ മുന്നേറ്റമായിട്ട് മുന്നേറാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇറാനിലുണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ അത് സാധ്യമാകില്ല. അതിനു മുമ്പ് തന്നെ എല്ലാവരും വെടിവെച്ച് കൊല്ലും. ഇറാനിലോ വെടിവെച്ച് കൊല്ലും, പക്ഷെ പല ഇതിന്റെ നേതാക്കന്മാരെ അവർ തൂക്കിക്കൊന്നു. പക്ഷെ അവരെ ജയിലിലടച്ച് സാവകാശം തേടി ഒരു ലോക വ്യവസ്ഥയുടെ ഭാഗമായിട്ട് പോകാനാണ് നോക്കുന്നത്. ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ തന്നെ ഇത്തരം നിഷ്ഠൂരമായ വ്യാഖ്യാനങ്ങൾ ഇസ്ലാമിന് കൊടുത്തുകൊണ്ട് ഇസ്ലാമിക ഭരണകൂടം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പ്രാദേശിക തലത്തിൽ ഉള്ള ഉത്സാഹഭരിതരായ ആൾക്കാരുണ്ട്. വാൻഗാർഡ്സ് ആണെന്ന് പറയുന്ന ആൾക്കാർ. അവര് അവരുടേതായ രീതിയിൽ ഇത് കുറെ കൂടി തീക്ഷ്ണമായി നടപ്പിലാക്കാൻ ശ്രമിക്കും. അവർ തന്നെ ആൾക്കൂട്ട വിചാരണ നടത്തും. സ്ത്രീകളെ കുഴിച്ചു നിർത്തിയിട്ട് കല്ലെറിഞ്ഞ് കൊല്ലും. ഇതൊക്കെ നിയമത്തിന്റെ വഴികളിലേക്ക് പോലും പോകുന്നതിന് മുമ്പ് ഇതൊക്കെ നടക്കും. പാകിസ്ഥാനിൽ കുഴി നിർത്തിയിട്ട് കല്ലെറിഞ്ഞ് കൊല്ലുന്ന നിയമം ഇല്ല. എങ്കിൽ പോലും പഴയ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസിൽ പലപ്പോഴും ഇത് സംഭവിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. ഇറാനിൽ വളരെ കൃത്യമായി തന്നെ പ്രാദേശിക തലത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇനി ഇസ്ലാമിന്റെ മറ്റൊരു രൂപമാണ് സൗദി അറേബ്യയിലും അറബ് രാജ്യങ്ങളിലും ഉള്ളത്.
അവർ മോഡേണിസത്തെ പുൽകാൻ ശ്രമിക്കുകയും അതേസമയം തന്നെ യാഥാസ്ഥിതിക സമൂഹത്തിന്റെ ചട്ടവട്ടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭരണാധികാരത്തെ നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന രാജഭരണമാണ് ഇവിടെയൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ എമീറുകളുടെ ഭരണം. അതിൽ ചില രാജ്യങ്ങളൊക്കെ വളരെ പിന്നോക്കം നിന്ന, ഇക്കാര്യത്തിൽ ഏറ്റവും യാഥാസ്ഥിതികമായി നിന്ന സൗദി അറേബ്യ പോലത്തെ രാജ്യങ്ങൾ അടുത്ത കാലത്ത് വലിയ അഡ്വാൻസ്മെന്റ് നടത്തിയിട്ടുണ്ട്. അപ്പൊ ആ അഡ്വാൻസ്മെന്റ് വളരെ മുന്നോട്ട് പോകാൻ ആ സമൂഹത്തെ പ്രേരിപ്പിച്ചേക്കും എന്ന് പ്രതീക്ഷയോടെ കാണുമ്പോൾ തന്നെ അഫ്ഗാനിസ്ഥാനിലെ സാഹചര്യങ്ങൾ നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുകയും ചെയ്യും. ഇതെല്ലാം ഒരേ ഇസ്ലാമിന്റെ പേരിൽ, ഒരേ ജിഹാദിന്റെ പേരിൽ ഇതിനെയൊക്കെ നിലനിർത്താൻ ശ്രമിക്കുന്ന സംസ്കൃതികളാണ്. ഇനി മറ്റൊരു വശത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ ചില രാജ്യങ്ങൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ്, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ. അവിടെ ഇസ്ലാമിന്റെ മുഖം വളരെ വ്യത്യസ്തമാണ്. അവിടെ ചൂതാട്ട കേന്ദ്രങ്ങളും നൃത്തശാലകളും ഒക്കെയുള്ള നഗര ചത്തുരങ്ങൾ ധാരാളമായിട്ടുണ്ട്. അതൊന്നും അവിടെ അവരുടെ ഇസ്ലാമിനെ കുറിച്ചുള്ള വ്യാഖ്യാനത്തെ ബാധിക്കുന്നില്ല. അവിടെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. അതേസമയം തന്നെ അവിടെ ഒരു ബ്ലാസ്ഫമി ലോയുണ്ട്. അപ്പൊ ഇതിങ്ങനെ പല രീതികളിലാണ് പോകുന്നത്. ബംഗ്ലാദേശിലെ ഇസ്ലാം വേറൊരു രീതിയിലാണ്, പാകിസ്ഥാനിലെ ഇസ്ലാം വേറൊരു രീതിയിലാണ്. ഇതിനൊരു നിയതമായ രൂപമില്ല. ജിഹാദിന് പൊതുവായി എല്ലാവരും സ്വീകരിക്കുന്ന ഒരു ഡെഫിനീഷൻ ഇല്ല എന്നതാണ് അർത്ഥം. ഇസ്ലാമിന്റെ എങ്ങനെയാണ് ഒരു ഇസ്ലാമിക സമൂഹം പ്രവർത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ച് പോലും എല്ലാവർക്കും സ്വീകാര്യമായ ഒരു മാതൃക ഇപ്പോൾ എവിടെയുമില്ല. അങ്ങനെ ഉണ്ടായിരുന്ന ചില കാലങ്ങളുണ്ട്. ഇസ്ലാമിന് ഒരു കേന്ദ്രീകൃത ഭരണം ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്. രണ്ട് പ്രധാന കാലം, ഞാൻ ഏർലി അറബിക് ഈ എക്സ്പാൻഷനിസത്തിന്റെ കാലം കഴിഞ്ഞിട്ട് രണ്ട് പ്രധാന കാലങ്ങളുണ്ട്. ഞാൻ ഈ സയോണിസത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇതേക്കുറിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ട് വരാം. ഒന്നാമത്തേത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന മൂറുകളുടെ സ്പാനിഷ് എംപയർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. മൂറുകൾ എന്ന് പറഞ്ഞാൽ വടക്കൻ ആഫ്രിക്കയിലുണ്ടായിരുന്ന വലിയ യുദ്ധോത്സുകരായിരുന്ന മിടുമിടുക്കരായിരുന്ന കപ്പൽ യാത്രക്കാരൊക്കെ ആയിരുന്ന ആൾക്കാരാണ് മൂറുകൾ. ഈ മൂറുകൾ സ്പെയിനിന്റെ ഒരു ഭാഗം ആദ്യം കീഴ്പ്പെടുത്തുന്നു, പിന്നെ അത് എക്സ്പാൻഡ് ചെയ്യുകയാണ്. അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഇന്നത്തെ സ്പെയിനിന്റെ ഒരു വലിയ ഭാഗം തന്നെ അവരുടെ ഒരു എംപയർ ആയിട്ട് മാറി. ഗ്രനഡ എന്ന് പറയുന്ന ആ മുനമ്പിലുള്ള, ആഫ്രിക്കയോട് ചേർന്ന് നിൽക്കുന്ന മുനമ്പിലുള്ള ഒരു സ്ഥലത്ത്, മുനമ്പ് എന്ന് പറയാൻ മേല, ആഫ്രിക്കയോട് ചേർന്ന് നിൽക്കുന്ന ആ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഗ്രനഡ എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണമുണ്ട്. അവിടെ അലംബ്ര എന്ന് പറഞ്ഞൊരു കോട്ടയുണ്ട്. ഈ കോട്ട ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഗ്രനഡയിൽ തന്നെ എൻ്റെ 2-3 തവണ ലെക്ചേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വളരെ നന്നായിട്ട് ആ സ്ഥലത്തെക്കുറിച്ച് അറിയാം. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മൾ ഡൽഹിയിലെ റെഡ് ഫോർട്ട് നിൽക്കുക എന്നേ തോന്നുള്ളൂ. കാരണം ഏതാണ്ട് അതുമായി വളരെ സാമ്യമുള്ള ശില്പഘടനയൊക്കെയുള്ള ഒരു വലിയ കോട്ടയാണത്, ഈ ഗ്രനഡ കോട്ട എന്ന് പറയുന്നത്. നോക്കൂ, ഇന്ത്യയിലെ ഇസ്ലാമിന്റെ പീരീഡും ഏതാണ്ട് ഇതിനോട് സമാനമായ ഒരു കാലഘട്ടത്തിൽ സജീവമായി വന്ന ഒരു സംഗതിയാണ്. ഇന്ത്യയിലെ, ഞാൻ സൽത്തനേറ്റ് പീരീഡിനെ കുറിച്ചല്ല പറയുന്നത്, അതിനുശേഷം വരുന്ന മുഗൾ പീരീഡിനെ കുറിച്ചാണ് പറയുന്നത്. ബാബറും ഹുമയൂണും ഒക്കെ കഴിഞ്ഞിട്ട് അക്ബർ മുതൽ കാണുന്ന ഒരു ലിബറൽ ഫോം ഓഫ് റൂൾ എന്ന് പറയുന്ന ഒരു സംഭവം, അത് ഇസ്ലാമിന്റെ ഒരു മുഖമാണോ അതോ ഇവർ ഇസ്ലാം എന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ നിന്ന് വന്നിട്ട് ഒരു ലിബറലായിട്ട് ഒരു ഭരണം നടത്തുകയാണ് ചെയ്തത്? രണ്ടു തരത്തിലും വ്യാഖ്യാനിക്കാം. അത് ഇസ്ലാമിന്റെ തന്നെ ഒരു ലിബറൽ മുഖമാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഓർക്കണം, അക്ബർ ഇസ്ലാം മതം വിട്ട് സ്വന്തമായൊരു മതം തന്നെ സ്ഥാപിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ പത്നിമാരിൽ ഹിന്ദു ആചാരപ്രകാരം ജീവിച്ചിരുന്ന രജ്പുത്ത പത്നിമാരൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാര്യ ജയ്പൂർ രാജാവിന്റെ സഹോദരിയായിരുന്നു. അപ്പൊ അവര് ഹിന്ദു ആചാരപ്രകാരമാണ് അവർ ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന് ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല അക്കാര്യത്തിൽ. അദ്ദേഹത്തിന് ഒരു യഹൂദ ഭക്തി ഉണ്ടായിരുന്നു. അവർ യഹൂദ ആചാരപ്രകാരമാണ് ജീവിച്ചിരുന്നത്. അങ്ങനെ 4 പത്നിമാർ, 4 മതത്തിൽ നിന്ന് അവർ 4 പേരും അവരവരുടെ വിശ്വാസം പുലർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ തന്നെ കൊട്ടാരത്തിൽ താമസിക്കാൻ സാധ്യമായ അത്രയും വിശാലമായ മനസ്സുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു അക്ബറൊക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷാജഹാന്റെ ഒക്കെ കാലം വരുമ്പോഴൊക്കെ തന്നെ സംഗീതത്തെ, അവരുടെ ഭരണത്തിന്റെ ഗുണവിഗണങ്ങളെ കുറിച്ചല്ല പറയുന്നത്, സംഗീതത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ജഹാംഗീർ ആണെങ്കിൽ ഇസ്ലാമിന് മദ്യം നിഷിദ്ധമാണെങ്കിൽ ജഹാംഗീർ മദ്യപാനിയായിരുന്നു എന്ന് മാത്രമല്ല, മദ്യാസക്തനായി അദ്ദേഹത്തിന്റെ കൈ തന്നെ ഒന്നും എടുത്തു പിടിക്കാൻ നിവൃത്തിയില്ലാത്ത മട്ടിൽ മദ്യം കിട്ടിയില്ലെങ്കിൽ വിറയ്ക്കുന്ന അവസ്ഥയിലായിരുന്നു എന്ന രേഖകളിലെല്ലാം ഉള്ളതാണത്. അത്രയേറെ മദ്യത്തിന് അടിമയായിരുന്നു ജഹാംഗീർ. മദ്യത്തിന് അടിമയായിരുന്നു എന്നുള്ളത് ഗുണമോ ദോഷമായിട്ടോ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരും ഇസ്ലാമിന്റെ ഫ്രെയിമിൽ ഉണ്ടായിരുന്നു. ഏതാണ്ട് സമാനമായ ഒരു കാലഘട്ടത്തിലാണ് മൂറുകളുടെ സാമ്രാജ്യം ഉണ്ടാകുന്നത്. ഞാൻ അവിടെ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, വലിയ മദ്യ ചഷകങ്ങൾ ആ ദർബാറിൽ വെച്ചിട്ടുണ്ട്. വീഞ്ഞ്, സ്പെയിൻകാർക്ക് വീഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ്. 2 വലിയ ചഷകങ്ങൾ, ഒന്നിനകത്ത് റെഡ് വൈനും മറ്റതിനകത്ത് വൈറ്റ് വൈനും നിറഞ്ഞിരിക്കുകയാണ്. അതിഥികൾക്കെല്ലാം അതിൽ നിന്ന് യഥേഷ്ടം കോരിയെടുത്ത് കുടിക്കാം. ഭൂമിയിൽ നമുക്ക് ലഭ്യമല്ലെന്നും സ്വർഗത്തിൽ മാത്രം ലഭ്യമാകുമെന്നുള്ള ഒരു ഇസ്ലാമിക് ഇന്റർപ്രിട്ടേഷൻ ഉള്ള അതേ മതത്തിന്റെ ആധിപത്യത്തെ, അല്ല മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ഭരണം നടത്തിയിരുന്ന അലംബ്രയിലെ കോട്ടയിൽ കാണുന്നതാണിത്. അവിടെ നൃത്തശാലകൾ ഉണ്ടായിരുന്നു, സംഗീത മുറികൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉള്ള ഒരു വലിയ കോട്ട. അതിനെ
അന്നത്തെ ഇസ്ലാമിസ്റ്റുകളായ കുറച്ച് ആൾക്കാരുണ്ട്. ഇന്നത്തെ അറബ് ദേശത്തൊക്കെയുള്ള ആൾക്കാർ, ആഫ്രിക്കയിലെ ചില മുസ്ലിം പ്രദേശത്തുള്ള ആൾക്കാർ, ഇന്നത്തെ ഈജിപ്തിലുള്ള ആൾക്കാരൊക്കെ ഇതിനെ അതിശക്തമായി എതിർത്തു. ഇവർ അനിസ്ലാമികമാണ് എന്നവർ ആക്ഷേപിച്ചു. പക്ഷെ അതായിരുന്നു ദാറ്റ് വാസ് എ സെന്റർ ഓഫ് കൾച്ചർ, സിവിലൈസേഷൻ ആൻഡ് എ ഫോം ഓഫ് ഇസ്ലാം ഓൾസോ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇതേ കാലഘട്ടത്തിൽ യൂറോപ്പിന്റെ മറ്റൊരു പ്രധാന ഭാഗത്ത് മുഴുവൻ കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ അടിച്ചമർത്തലിന്റെയും ഇൻക്വിസിഷന്റെയും ഭീകരമായ വിദ്യാഭ്യാസ വിരുദ്ധ പ്രവർത്തനത്തിന്റെയും കേന്ദ്രമായിരുന്നു. ഒരു തരത്തിലുമുള്ള പുസ്തകങ്ങൾ അന്ന് സഭയുടെ അനുമതിയില്ലാതെ പ്രസിദ്ധീകരിക്കാൻ പറ്റാതിരുന്ന ഒരു വേളയിൽ ഈ പറയുന്ന ഗ്രനഡയിൽ ഒരു വലിയ ലൈബ്രറി ഉണ്ടായിരുന്നു. ലോകത്തിന്റെ എല്ലാ സ്ഥലത്തുമുള്ള പുസ്തകങ്ങൾ അവിടെ സമാഹരിക്കപ്പെട്ടിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഉപനിഷത്തുകളുടെ പേർഷ്യൻ പരിഭാഷ, ദാരോഷുഖാവിന്റെ പരിഭാഷ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഒരു മടിയും കൂടാതെ ഇതെല്ലാം അവർ സ്വീകരിച്ചു. പക്ഷേ ആ സാമ്രാജ്യം തകർന്നു പോയത് കത്തോലിക്ക സഭയുമായിട്ടുണ്ടാകുന്ന ഒരു ഏറ്റുമുട്ടലാണ്. അവിടെയുള്ള ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ അലംബ്രയിലെ മൂർഡുകളുടെ ഇസ്ലാമിസം എന്ന് പറയുന്നത് ലിബറൽ ഇസ്ലാം ആണ് ഏറ്റവും വലിയ അപകടം എന്നാണ് കത്തോലിക്ക സഭ കണ്ടത്. കാരണം അവർ ഭൂമിയിലെ ഏറ്റവും കുത്തഴിഞ്ഞ ജീവിതത്തിന്റെ പ്രതീകമാണ് എന്നവർ ആരോപിച്ചു. അതിനെതിരായിട്ട് കത്തോലിക്ക ക്രൂസൈഡ് എന്ന് പറയുന്ന ആ സമരം നടക്കുന്ന സമയത്ത് അതിനെ കൗണ്ടർ ചെയ്യുന്നത് അവരുപയോഗിച്ച ഒരു വാക്കും കൂടിയാണ് ജിഹാദ്. ഒരു വശത്ത് ജിഹാദും മറുവശത്ത് ക്രൂസൈഡുമാണ് ഏറ്റുമുട്ടിയത്. ശരിക്കും പറഞ്ഞാൽ യൂറോപ്പിന്റെ മുഖം മാറ്റിയത് ഈ ക്രൂസൈഡും ജിഹാദും തന്നെയാണ്. യൂറോപ്പിലേക്ക് നമ്മൾ എം.എൻ. റോയുടെ ഒരു പ്രസിദ്ധമായ പുസ്തകമുണ്ട്. ഈ യൂറോപ്പിലേക്ക് വെളിച്ചം കൊണ്ടുവരുന്നതിൽ ഇസ്ലാമിന്റെ പങ്ക് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതും ഒരു ഇസ്ലാമിന്റെ മുഖം തന്നെയാണ്. കാരണം യൂറോപ്പിൽ അന്ന് ശാസ്ത്രാന്വേഷണത്തെ മുഴുവനും അടിച്ചമർത്തിയിരുന്ന കത്തോലിക്ക സഭയുടെ ഭരണം നടക്കുന്ന സമയത്ത് ശാസ്ത്രാന്വേഷണത്തെ പ്രോത്സാഹിപ്പിച്ച മൂറുകളുടെ ഭരണമാണ് ഗ്രനഡയിൽ നടക്കുന്നത്. യൂറോപ്പിലേക്ക് ഇവർ കടന്നു ചെല്ലുമ്പോൾ ഇവരുടെ ഈ പുതിയ വിജ്ഞാനത്തെക്കുറിച്ചുള്ള ഓപ്പൺ മൈൻഡഡ്നെസ് ഒരു വശത്ത് യാഥാസ്ഥിതിക മുസ്ലിങ്ങളെ മുഴുവനും പ്രകോപിതരാക്കുകയും മറുവശത്ത് യാഥാസ്ഥിതിക കത്തോലിക്ക സഭയെയും വറ്റിക്കാനെയും മുഴുവനും പ്രകോപിതരാക്കുകയും ചെയ്യുന്നു. ഈ ഏറ്റുമുട്ടലിൽ അവസാനം ഗ്രനഡയെ ഒരു ക്രൂസൈഡിൽ വെച്ച് കത്തോലിക്ക സഭ തോപ്പിച്ച് അവിടെയുള്ള മുഴുവൻ ജനങ്ങളെയും തുരത്തിവിട്ടു. അവിടെ ഓർക്കേണ്ട ഒരു പ്രധാന സംഗതി, ഈ ഗ്രനഡ എന്ന് പറയുന്ന പട്ടണത്തിൽ തന്നെ രണ്ട് കൂട്ടരെ ഉണ്ടായിരുന്നുള്ളൂ പ്രധാനമായിട്ട്. ഒന്ന് മുസ്ലിങ്ങൾ, രണ്ട് യഹൂദർ. ഇവർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഈ ഗ്രനഡ പട്ടണത്തിൽ. അവിടെ ക്രിസ്തു മതം എത്തിച്ചേർന്നിരുന്നില്ല, അല്ലെങ്കിൽ അതിന് യാതൊരു സ്വാധീനവും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണത്. അപ്പൊ അവിടെ യഹൂദര് പ്രധാനമായിട്ടും മണി ലെൻഡേഴ്സും ഇൻവെസ്റ്റേഴ്സുമായിരുന്നു. ഈ മൂറുകൾ കച്ചവടക്കാരും പടയാളികളുമായിരുന്നു. മൂറുകളെ കുറിച്ച് ഓർക്കാനായിട്ട് വേണേൽ പറയാം, ഒഥല്ലോ വായിച്ചിട്ടുള്ളവരായിരിക്കുമല്ലോ എല്ലാവരും പഠിക്കുമ്പോഴൊക്കെ. ഒഥല്ലോയിൽ ആ യുദ്ധം നടത്തുന്ന ഒഥല്ലോ ഒരു മൂറാണ് എന്നാണ് പറയുന്നത്. ഒരു വലിയ നോബിൾ ആയിട്ടുള്ള ഒരു വലിയ വാറിയറാണ് ഒഥല്ലോ. അതിനകത്ത് ആ ഒഥല്ലോ മൂറാണെന്ന് പറയുന്നത്. മൂർ എന്ന് പറഞ്ഞാൽ ഈ സ്പാനിഷ് മുസ്ലിംസിനെയാണ് മൂറുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ നോർത്ത് ആഫ്രിക്കൻ സ്പാനിഷ് മുസ്ലിംസ് എന്ന് വേണം കൃത്യമായിട്ട് പറയാം. അപ്പൊ അതൊരു ഒരു ഒരു ജിഹാദ്, കത്തോലിക്ക സഭയുടെ ഇരുണ്ട മുഖത്തിനെതിരായിട്ടൊരു യുദ്ധമായിട്ട് അവിടെ ജിഹാദ് വന്നിട്ടുണ്ട്. ആ ലിബറൽ ഇസ്ലാമിനെതിരായിട്ടുള്ള കടുത്ത യുദ്ധമായിട്ട് ക്രൂസൈഡ് വന്നിട്ടുണ്ട്. ചരിത്രത്തിന്റെ ഓരോ ഘട്ടത്തിലും ഇതിൻ്റെയൊക്കെ പേരുകൾ മാറി മാറി വരികയാണ്. ഇനി വേറൊരു സ്ഥലത്ത് നോക്കൂ, യൂറോപ്പിൽ ആ സമയത്ത് മറ്റൊരു ഇസ്ലാമിക സാമ്രാജ്യമുണ്ട്. അത് ഒട്ടോമൻ എംപയർ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ സംഗതി അങ്ങ് ആഫ്രിക്കയുടെ മുനമ്പിനോട് ചേർന്ന് നിൽക്കുന്ന യൂറോപ്പിന്റെ ഒരു ഭാഗത്താണെങ്കിൽ, ഇവിടെ സെൻട്രൽ യൂറോപ്പിൽ വേറൊരു ഇസ്ലാമിക ഭരണമുണ്ട്. ആ ഭരണം നടത്തിയ ആൾക്കാരെ നമ്മൾ ഒട്ടോമൻ സാമ്രാട്ടുകൾ എന്നാണ് പറയുന്നത്. അവിടെ അതിന് മുമ്പുണ്ടായിരുന്നത് ബൈസാന്തിയൻ എംപയർ എന്ന് പറയുന്ന ഒരു ഭരണമാണ് ഉണ്ടായിരുന്നത്. ബൈസാന്തിയന്മാരെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ഓർത്തഡോക്സ് സഭ, ഇന്നിപ്പോൾ ഓർത്തഡോക്സ് സഭയ്ക്ക് വലിയ രാഷ്ട്രീയ അധികാരമില്ല. റഷ്യൻ ഓർത്തഡോക്സ് സഭ മാത്രമുള്ള ഒരു പ്രധാനപ്പെട്ട ഓർത്തഡോക്സ് കേന്ദ്രം എന്ന് പറയാവുന്നത്. ആ കാലത്ത് കത്തോലിക്ക സഭയ്ക്ക് തത്തുല്യമായി നിൽക്കുന്ന ഒരു ഈസ്റ്റേൺ ക്രിസ്ത്യാനിറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ ഏതാണ്ട് ഒരു ലോക തലസ്ഥാനം എന്ന് പറയാവുന്ന ഒരു സ്ഥലമായിരുന്നു ബൈസാന്തിയൻ എംപയർ. എന്നാൽ ഇസ്ലാമിനെതിരായിട്ടുള്ള പൊതുയുദ്ധം, ക്രൂസൈഡിന്റെ ഭാഗമായിട്ട് എല്ലാ ക്രിസ്ത്യാനികളും ഒന്നിക്കണം, എക്യൂമിനിക്കൽ യൂണിയൻ വേണം എന്ന് പറയുന്ന ഒരു ആശയം കത്തോലിക്ക സഭ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഈ ബൈസാന്തിയൻ എംപയറെ നമ്മൾ ഈസ്റ്റേൺ റോമൻ എംപയർ എന്നാണ് പറയുന്നത്. ഇപ്പൊ വെസ്റ്റേൺ റോമൻ എംപയർ റോം കേന്ദ്രമാക്കിയിട്ടും ഇത് റോമൻ എംപയറിന്റെ വേറൊരു മുഖം. പഴയ റോമൻ എംപയർ ക്ഷയിച്ചു പോകുന്നു. ഈ ബൈസാന്തിയൻ എംപയർ ഭയങ്കര വലിയൊരു ഫോർട്ട് കെട്ടിയിട്ട് ഒരിക്കലും ആർക്കും തകർക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് അവർ കൊണ്ടുപോകുന്നത്. അതിനെ തകർത്തുകൊണ്ട് ഒരു ഛോട്ടാ രാജാവ്, മെഹ്മദ് എന്ന് പറയുന്ന ഒരു ഛോട്ടാ രാജാവ് വന്നിട്ട്
അതിനെ തോപ്പിക്കുക, ആ കോട്ടകൾ പൊളിച്ച് അന്ന് ആദ്യമായിട്ട് വെടിമരുന്ന് ഉപയോഗിച്ചത് ഈ യുദ്ധത്തിൽ വെച്ചാണ്. നമ്മൾ പലരും കരുതുന്ന പോലെ ആൽഫ്രഡ് നൊബേലിനൊക്കെ മുമ്പ് തന്നെ വെടിമരുന്ന് ഉപയോഗിച്ചൊരു ഹംഗേറിയൻ എക്സ്പേർട്ടാണ് വെടിമരുന്നിന്റെ ഉപയോഗം കൊണ്ടുവരുന്നത്. ഈ കോട്ടകൾ തകർക്കാനായിട്ട് വെടിമരുന്നിന്റെ പ്രാഗ് രൂപം ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ തകർക്കുന്നു. അതൊരു വലിയ സംഗതിയാണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ പോയിട്ട് ഒട്ടോമൻ എംപയറിന്റെ ഉദയത്തെക്കുറിച്ചും ബൈസാനിയൻ എംപയറിന്റെ അവസാനത്തെക്കുറിച്ചും വലിയ സീരീസുകളുണ്ട്. 40-50 എപ്പിസോഡുകൾ വരുന്ന സീരീസ് ഉണ്ട്. ഞാനൊക്കെ രാത്രികൾ മുഴുവൻ ഇരുന്ന് കണ്ടിട്ടുള്ള ഒരാൾക്കാണ് ഞാൻ. അത്ര വലിയ പ്രചോദനം ഉണ്ടാക്കുന്ന ചരിത്ര മുഹൂർത്തങ്ങളാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പം ഈ ബൈസാന്തിയൻ എംപയറിന്റെ തകർച്ചയുടെ അതാണ് പിന്നീട് വരുന്നത് ഒട്ടോമൻ എംപയർ. ഓർക്കേണ്ട ഒരു സംഗതി, ഈ ഒട്ടോമൻ എംപയറും എഗെയിൻ മറ്റേ നമ്മൾ മൂറുകളുടെ സാമ്രാജ്യം ട്രേഡാണ് കൊണ്ടുപോകുന്നത്. ആ ട്രേഡ് ആഫ്രിക്കയിലേക്കാണ് കൂടുതലായിട്ട് ട്രേഡ് പോകുന്നത്, വെസ്റ്റ് ആഫ്രിക്കയിലേക്കും. ആ വെസ്റ്റ് ആഫ്രിക്ക വഴി അവിടെ നിന്ന് നമ്മുടെ കേരളത്തിലെ മലബാർ കോസ്റ്റിലേക്കൊക്കെ വരുന്നുണ്ട്. എന്നാൽ ഒട്ടോമൻ എംപയർ അതിൻ്റെ പവർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ട്രേഡ് എവിടെയാണ് വരുന്നത്? ഭരണങ്ങളൊക്കെ മാറി മാറി വരും. അപ്പം ഭരണങ്ങളൊക്കെ മാറി മാറി വരുമ്പോഴും ഈ രാജ്യത്തിൻ്റെ പ്രധാന സാമ്പത്തിക താല്പര്യങ്ങൾ വലിയ മാറ്റമൊന്നും വരുന്നില്ല. ബൈസാന്തിയൻ എംപയറിന്റെ കാലത്ത് അവരുടെ ട്രേഡ് എന്തായിരുന്നു? കടലിലൂടെ പോയി ചരക്കുകൾ ദൂരദേശങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് ആംസ്റ്റർഡാമിലെ, അന്നത്തെ ലോക വിപണി അവിടെയാണ്, ആംസ്റ്റർഡാമിലെ ലോക വിപണിയിൽ കൊണ്ടുവന്ന് എല്ലാ ഭാഗങ്ങളിലേക്കും വിൽക്കുക. അന്ന് പ്രധാനപ്പെട്ട 2-3 ഉൽപ്പന്നങ്ങളിലൊന്നാണ് കുരുമുളക്, നമ്മുടെ ഇഞ്ചി, കാർഡമം തുടങ്ങിയതൊക്കെ. ഇതൊക്കെ അന്ന് കേരളത്തിലാണ് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. അപ്പൊ അത് തേടി, ഈ കുരുമുളക് തേടി വന്ന ഒരാളാണ് അമേരിക്ക കണ്ടുപിടിച്ചിട്ട് കാര്യങ്ങൾ ഇന്ത്യക്കാരെന്ന് വിളിച്ചത്. പിന്നീട് വാസ്കോ ദ ഗാമ 1500-കളിൽ വരുമ്പോൾ അദ്ദേഹം വെസ്റ്റ് ഏഷ്യയായിട്ട് അന്ന് കേരളത്തിന് ബന്ധമുണ്ട്. കേരളം അല്ല, മലബാർ കോസ്റ്റിന് ബന്ധമുണ്ട്. വെസ്റ്റ് ഏഷ്യയിൽ പോയിട്ട് അവിടെ നിന്ന് ഒരാളെയും കൂട്ടി നമ്മുടെ മലബാർ കോസ്റ്റ് എത്തി ഇന്ത്യയെ കണ്ടെത്തി എന്ന് പറഞ്ഞു. എന്നാൽ ഈ ട്രേഡ്, അറബുകളുമായിട്ടുള്ള കച്ചവടം എന്ന് പറയുന്നത് മുസ്ലിം ലോകമുണ്ടാകുന്നതിന് മുമ്പ്, മുഹമ്മദിന്റെ കാലത്തിനൊക്കെ മുമ്പ് തന്നെ ഉണ്ട് അറബ് കച്ചവടക്കാര്. വളരെ പഴയ ചരിത്രമാണ് ഇതിനുള്ളത്. ഇപ്പൊ നമ്മൾ കേരളത്തിലെ ക്രിസ്ത്യാനികൾ 4-ാം നൂറ്റാണ്ടിൽ വന്നു എന്ന് പറയാറുണ്ടല്ലോ, അല്ലെ? 4-ാം നൂറ്റാണ്ട്, അതാണ് ഹിസ്റ്റോറിക്കലി ഏറ്റവും സ്റ്റാൻഡിംഗ് ആയിട്ടൊരു പൊസിഷൻ. 4-ാം നൂറ്റാണ്ടിൽ ഈ പോലീസ് കടൽക്കാറ്റിലൂടെ കണ്ടുപിടിക്കുന്നു, അതുകൊണ്ട് പായ്ക്കപ്പൽ വഴി അവർക്ക് വരാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ, അവര് വന്ന് കേരളത്തിൽ വരുമ്പോൾ അവിടെ വന്നവരിൽ പല ആൾക്കാരും അറബികളാണ്, സിറിയക്കാരാണ്. നമ്മൾ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഒരു വലിയ വിഭാഗം അവരുടെ സിറിയൻ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്നവരാണ്. എൻ്റെ പ്രപിതാമഹന്മാരൊക്കെ അങ്ങനെ അഭിമാനിച്ചവരാണ്. എൻ്റെ അച്ഛൻ്റെ കുടുംബക്കാരൊക്കെ പറയുന്നവരൊക്കെ സിറിയക്കാരായിരുന്നു എന്നാണ് പറയുന്നത്. കേരളത്തിലെ ഒരു വലിയ ശതമാനം ക്രിസ്ത്യാനികൾ അവർക്ക് സിറിയൻ പാരമ്പര്യം അവകാശപ്പെടുന്ന ആൾക്കാരാണ്. സിറിയൻസ് പറഞ്ഞാൽ ആരാണ്? അറബികളാണ്. അന്ന് മുസ്ലിം ഉണ്ടായിട്ടില്ല, മുഹമ്മദ് ജനിച്ചിട്ടില്ല. അതിനു മുമ്പും നമുക്ക് അറബ് കച്ചവടക്കാര് വരുന്നുണ്ട്. അപ്പൊ ഇത് ലോകത്തിന്റെ വികാസത്തിന് കച്ചവടം എന്ന് പറയുന്നത്, വിപണി എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ്. അത് തന്നെയാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഈ ബൈസാന്തിയൻ സാമ്രാജ്യത്തിന്റെ ശക്തി എന്ന് പറയുന്നതും കച്ചവടമായിരുന്നു. നമ്മുടെ കേരളത്തിലെ മലബാർ കോസ്റ്റിൽ നിന്ന് പോകുന്ന കുരുമുളകിന്റെയും വ്യഞ്ജനങ്ങളുടെയും അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഇസ്താംബൂളിലെ ബൈസാന്തിയൻ സാമ്രാജ്യമായിരുന്നു എന്ന് പല ആൾക്കാർക്കും അറിയില്ല. അതിന്റെ അൾട്ടിമേറ്റ് ടാക്സ് കളക്ടർ, നമ്മൾ GST വാറ്റെന്നോ ടാക്സെന്നോ എന്ത് വേണേലും പറയും, ഇന്ന് അങ്ങനെയൊക്കെ പേര് പറയാം അല്ലേ, അന്നത്തെ അന്തിമമായ കരത്തിന്റെ ബെനിഫിഷ്യറി ബൈസാന്തിയൻ സാമ്രാജ്യമായിരുന്നു. ഈ ബൈസാന്തിയൻ സാമ്രാജ്യത്തിന് തകർച്ച കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മറ്റു മതക്കാരൊന്നും ഓടിച്ചില്ല അവർ, കാരണം അവരൊക്കെയാണ് കച്ചവടക്കാരൊക്കെയാണ് അല്ലെ. അവർ ഓടിച്ചു കഴിഞ്ഞാൽ ഈ സാമ്രാജ്യത്തിന്റെ ഇക്കോണമി പോവുകയില്ല. അതുകൊണ്ട് ഒട്ടോമൻ സാമ്രാജ്യം വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളെ, യഹൂദന്മാരെയൊക്കെ പരിപാലിക്കുക ചെയ്യുന്നവര്. വേറൊന്നും കൊണ്ടല്ല, വലിയ സഹിഷ്ണുത കൊണ്ടൊന്നുമല്ല. കാരണം ഇസ്ലാമിന്റെ എക്സ്പാൻഷൻ തന്നെയായിരുന്നു ഒട്ടോമൻ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന്റെ കാരണമെങ്കിലും, ഈ രാജ്യം ഭരിക്കുമ്പോൾ ഇത്തരം താല്പര്യങ്ങളോ ഇത്തരം നമ്മുടെ റിലീജിയസ് ഐഡിയോളജിയുടെ ഇൻഫ്ലുവൻസോ അനുസരിച്ച് പോയി കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഗോൾസിൽ നിന്നോ അല്ലെങ്കിൽ ഇക്കണോമിക് ഗോൾസിൽ നിന്നോ പുറകോട്ട് കൊണ്ടുവരും. സ്വാഭാവികമായിട്ട് ഇവരെ എല്ലാം അക്കമഡേറ്റ് ചെയ്തുകൊണ്ടും ഈ ട്രേഡിനെ അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടും പോയി. പിന്നീട് നമ്മുടെ മലബാർ കോസ്റ്റിൽ, ഞാൻ കേരളമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മലബാർ കോസ്റ്റിലെ കുരുമുളകിന്റെ ബെനിഫിഷ്യറി ഇസ്താംബൂളിലിരിക്കുന്ന ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ അധിപന്മാരായിരുന്നു. അന്ന് ഈ കുരുമുളകിന്റെ മറ്റൊരു താല്പര്യക്കാരുണ്ട്. യൂറോപ്പിൽ അന്ന് 2 പ്രധാന ശക്തികളാണുള്ളത്. ഈ ക്രൈസ്തവ മേഖലയിൽ 2 പ്രധാന ശക്തികളാണുള്ളത്. നമ്മൾ പറഞ്ഞാൽ ഒട്ടോമൻ സാമ്രാജ്യവും അതുപോലെ തന്നെ ഈ ഗ്രനേഡയിൽ ഉണ്ടായിരുന്ന മൂറുകളുടെ സാമ്രാജ്യവും ഇസ്ലാമിക എംപയറുകളായിരുന്നെങ്കിൽ, മറ്റു 2 എംപയറുകൾ അന്ന് സ്പെയിനും പോർച്ചുഗലുമായിരുന്നു. കത്തോലിക്ക സഭയുടെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് ഈ പോർച്ചുഗലും സ്പെയിനും കൊടുക്കുന്ന അവരുടെ നികുതിയും അവരുടെ പിരിവുമൊക്കെയാണ്. അപ്പോൾ എല്ലാത്തിനും മാർപ്പാപ്പയുടെ അനുമതി വേണം. അപ്പോൾ സ്പെയിൻകാര് എവിടെ പോയാലും, സ്പെയിൻകാരും പോർച്ചുഗീസുകാരും കപ്പൽ അന്വേഷണം നടത്തി ന്യൂ ഡിസ്കവറീസ്, പുതിയ ലാൻഡ് കണ്ടെത്താൻ വേണ്ടിയുള്ള യാത്രയാണ്. നമ്മളിപ്പം ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കൊക്കെ ആൾക്കാരെ അയക്കുന്ന പോലെ ഇവർ പുതിയ ലാൻഡ് കണ്ടെത്താൻ വേണ്ടി കടൽ വഴി എന്ന് തപ്പിപ്പോവാണ്. അപ്പം ആ പോക്കിൽ
അവര് സ്പെയിൻകാർ അവർ എവിടെ ചെന്നാലും അവർ ചെല്ലുന്ന സ്ഥലത്ത് അവിടെ ക്രിസ്തുമതം ഉണ്ടെങ്കിൽ ആ ക്രിസ്തുമതത്തിന്റെ കസ്റ്റോഡിയൻസ് ഇവരായി തീരും. അത് ഏത് പുണ്യാളനാണ് അവിടുത്തെ ക്രിസ്തുമതം കൊണ്ടുവന്നത് അതിന്റെ പേരിൽ ആർക്കാണ് അതിന്റെ മേൽ അധീശത്വം എന്ന് തീരുമാനിക്കപ്പെടും. അങ്ങനെയാണ് പോർച്ചുഗീസുകാർ സെന്റ് തോമസിനെ കണ്ടെത്തുന്നത്. കാരണം സെന്റ് തോമസ് ആണ് അവരുടെ പേർട്ടൺ സെയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവർ ചെന്നിടത്തൊക്കെ പോർച്ചുഗീസുകാർ ചെന്നിടത്തൊക്കെ അവർ സെന്റ് തോമസിനെ കണ്ടുപിടിച്ചു. ഇവിടെ മാത്രമല്ല, പല രാജ്യങ്ങളിലും അവർ പോയിട്ട് 12 സ്ഥലത്ത് അവർ സെന്റ് തോമസിനെ കണ്ടെത്തിയിട്ടുണ്ട്. 12 അസ്ഥികൂടങ്ങളുണ്ട് സെന്റ് തോമസിന്റെ പലയിടത്തുമായിട്ട്. അപ്പോൾ ഇത് മാനിപ്പുലേറ്റഡ് ആണെന്നുള്ള വ്യക്തമാണല്ലോ. അതുപോട്ടെ, അത് വേറെ സംഗതി. ഈ പറയുന്ന ഒട്ടോമൻ സാമ്രാജ്യമാണ് യൂറോപ്പിന്റെ മധ്യ യൂറോപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഏഷ്യയിലും സെൻട്രൽ യൂറോപ്പിലും ഒക്കെ ഈ ഒരു പ്രധാനപ്പെട്ട കച്ചവട ഈ ഈക്കണോമിക് പവർ എന്ന് പറയുന്നത് അവരുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ഈക്കണോമിക് ഓർഡറിനകത്താണെങ്കിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുകയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം അവിടെ പീസും ട്രേഡും നിലനിൽക്കുകയാണെങ്കിൽ മാത്രമേ റവന്യൂ ഉണ്ടാവുകയുള്ളൂ. എപ്പോഴൊക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു, എപ്പോഴൊക്കെ കപ്പലുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റാതെ വരുന്നു, എപ്പോഴൊക്കെ കച്ചവട സംഘങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വരുന്നു, അപ്പോഴൊക്കെ രാജ്യത്തിന്റെ വരുമാനം കുറയും. അതുകൊണ്ട് പീസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഈ സാമ്രാജ്യങ്ങളുടെ അധികാരവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സംഗതി കൂടെയാണ്. ഇറ്റ്സ് നോട്ട് ഫ്രം കോൺഫ്ലിക്റ്റ് ബട്ട് ഫ്രം പീസ് യു ഗെറ്റ് മണി. എന്നാലേ ട്രേഡ് നടക്കുകയുള്ളൂ. മറ്റത് കൊള്ളയടിച്ചുകൊണ്ട് വരുന്നത് വേറെ സംഗതിയാണ്, അത് എപ്പോഴും നടക്കുകയില്ല. അതിന് സ്റ്റെബിലിറ്റി ഉള്ള ഇൻകം ജനറേഷന് പീസ് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഒട്ടോമൻ സാമ്രാജ്യം അതിൻ്റെ പ്രഭാവകാലത്ത് വലിയ വെൽത്ത് അവർ അമേസ് ചെയ്തു. ഈ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ നമുക്ക് ഈ ജിഹാദിസം കാണാനില്ല കാര്യമായിട്ട് ആദ്യഘട്ടത്തിൽ. പിന്നീട് കാണുന്നുണ്ട്. ഒട്ടോമൻ സാമ്രാജ്യത്തിനകത്ത് തന്നെ ഈ മത തീക്ഷ്ണത ബോധമുള്ള ഇസ്ലാമിന് എക്കാലത്തുമുണ്ട്, കത്തോലിക്ക സഭയ്ക്കുണ്ട്. രണ്ട് ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ എന്ന് പറയുന്ന പോലത്തെ സ്വഭാവമുള്ള രണ്ട് പ്രസ്ഥാനങ്ങളാണ് കത്തോലിക്ക സഭയും ഇസ്ലാമും. ഈ രണ്ടിനകത്തും ഭയങ്കരമായ റാഡിക്കൽ മൈൻഡ് സെറ്റുള്ള ആൾക്കാർ അകത്തുണ്ട്. കത്തോലിക്ക സഭ ഒരുപാട് ഡൈലൂട്ട് ചെയ്യപ്പെട്ടുപോയി. അതിന് ചരിത്രപരമായ മറ്റു ചില കാരണങ്ങളുണ്ട്. പക്ഷെ ഈ റാഡിക്കൽ എലമെന്റ്സ് ഒരു കൂട്ടർക്ക് ഇസ്ലാമിനെ പൂർണ്ണമായിട്ടും തോൽപ്പിക്കണം, മറ്റൊരു കൂട്ടർക്ക് കത്തോലിക്കരെ പൂർണ്ണമായിട്ടും തോൽപ്പിക്കണം. അല്ലെ, ഈ സമയത്താണ് കത്തോലിക്ക സഭയ്ക്കകത്തൊരു വലിയ ആഭ്യന്തര യുദ്ധം ഉണ്ടാകുന്നു. അവിടെ കാൽവിനും ലൂതറും ഒക്കെ വന്നിട്ട് മാർപ്പാപ്പയെ തന്നെ ചലഞ്ച് ചെയ്യുന്നു. പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ് ഉണ്ടാകുന്നു. പല രാജ്യങ്ങളും മാർപ്പാപ്പയ്ക്കെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്നു. പല രാജ്യങ്ങളും ഈ അടർന്നു പോകുന്നു. അവർ വേറെ സ്വതന്ത്ര രാഷ്ട്രങ്ങളായി തീരുന്നു എന്നൊക്കെ പറയുന്ന വലിയ വിപ്ലവമാണ് നടക്കുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ പിശാചാണ് മാർപ്പാപ്പ എന്ന് പ്രഖ്യാപിച്ച നേതാക്കന്മാർ ക്രൈസ്തവ മേഖലയിൽ നിന്നുണ്ടാക്കുകയും നിരവധി രാജ്യങ്ങൾ അവരുടെ നേതൃത്വം അംഗീകരിക്കുകയും ചെയ്തു. പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ് എമർജ് ചെയ്തു. ഇന്നിപ്പോൾ ചില ആൾക്കാരൊക്കെ പെന്തക്കോസ്തുകാരാണ് പ്രൊട്ടസ്റ്റന്റുകൾ എന്നൊക്കെ പറയാറുണ്ട്. അല്ലേ, പെന്തക്കോസ്തുകാർ 1920s ഉണ്ടായ മൂവ്മെന്റ് ആണ്. ദിസ് വാസ് ഇൻ 1500s. പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് 1500s ഒരു പ്രസ്ഥാനമാണ്. അതാണ് പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ്. അപ്പൊ അത് വന്നതോടുകൂടി കത്തോലിക്ക സഭയുടെ പ്രാധാന്യം കുറഞ്ഞു. അവർക്ക് ഫൈറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കുറഞ്ഞു. ബൈസാന്തിയൻ എംപയർ ആയിരുന്നു മറ്റൊരു മേഖല വന്നത്. അത് തകർന്ന് അവിടെ ഒട്ടോമൻ സാമ്രാജ്യം വരുന്നു. ഈ ഒട്ടോമൻ സാമ്രാജ്യം എക്സ്പാൻഷനിസ്റ്റ് ആയിരുന്നെങ്കിലും അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന അവസരങ്ങൾ വരുമ്പോൾ അവർ ജിഹാദിസം എന്ന് പറയുന്ന ആ ടോൺ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് എപ്പോഴെങ്കിലും എക്സ്പാൻഷൻ ആവശ്യമായി വരുന്നോ അപ്പോഴും അവർ ജിഹാദ് ഉപയോഗിക്കും. ഇന്നത്തെ അറബ് നാടുകൾ മുഴുവൻ തന്നെ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലേക്ക് അമർന്നു വന്നു. ഇന്നത്തെ സൗദി അറേബ്യ, ദുബായ്, ഗ്രേറ്റർ പാർട്ട് ഓഫ് ഇറാഖ്, ഇറാൻ, ഇതെല്ലാം തന്നെ അന്ന് ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു. പാർട്ട് ഓഫ് സിറിയ ഒക്കെ ഇതിന്റെ കീഴിലാണ്. അപ്പം അന്ന് ഈ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലുള്ള പല പ്രവിശ്യകളുണ്ട്. ഒരു കാലത്ത് സിറിയ ഇതുപോലൊരു വലിയ സാമ്രാജ്യമായിരുന്നു. അർമീനിയ മുതൽ ഇറാഖിന്റെ മറ്റേ അറ്റം വരെ നീണ്ടു കിടക്കുന്ന ഒരു വലിയ സാമ്രാജ്യമായിരുന്നു. ചരിത്രത്തിൽ ഒരുപാട് സാമ്രാജ്യങ്ങൾ വരികയും പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ സാമ്രാജ്യം, മോസ്റ്റ് എസ്റ്റാബ്ലിഷ് എംപയർ എന്ന് പറയുന്നത് ഈജിപ്റ്റാണ്. ഈജിപ്തിലെ ഫറോമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പിരമിഡ് ഏതാണ്ട് 3500 BC ഏതാണ്ട് 5500 വർഷങ്ങൾക്ക് മുമ്പാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്രയും വലിയൊരു പിരമിഡ് ഇന്ന് ഭൂമിയിൽ തന്നെയുള്ള ഏറ്റവും വലിയ ഒരു ഓർഗനൈസ് സ്ട്രക്ചർ എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു പിരമിഡ് അന്ന് ചക്രത്തിന്റെ ഉപയോഗം കണ്ടുപിടിച്ചിട്ടില്ലായിരുന്ന ഒരു കാലത്ത്. ചക്രം ഈ കല്ലുകളൊക്കെ മൂവ് ചെയ്യുന്നതിന് വേണ്ടി അന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു കാലത്ത് മറ്റു ചില സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഈ കല്ലുകളൊക്കെ മുകളിൽ കയറ്റി ഉണ്ടാക്കിയ ഒരു അത്രയും ആൾക്കാരെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ എംപയർ ഇന്നേക്ക് 5500 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. അതെന്നാ പോകുന്നത്? ഏതാണ്ട് 3000 കൊല്ലം നീണ്ടു നിന്ന ഒരു വലിയ മഹാസാമ്രാജ്യം അലക്സാണ്ടറുടെ ആക്രമണകാലത്താണ് തകർന്നു പോകുന്നത്. അലക്സാണ്ടർ എക്സ്പാൻഡ് ചെയ്യുന്നു, ഒരു പുതിയ സാമ്രാജ്യം വരുന്നു. അത് ഗ്രീസിന്റെ ഒരു വലിയ പ്രഭാവം വർദ്ധിച്ചു വരുന്നു. അലക്സാണ്ടറുടെ സാമ്രാജ്യം എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോഴേക്കും
അതിനെ തകർത്തുകൊണ്ട് റോമൻ സാമ്രാജ്യം മാറി ചെയ്യുന്നു. ഇങ്ങനെ ചരിത്രത്തിന്റെ പോക്ക്. പിന്നെ റോമൻ സാമ്രാജ്യം തകരുന്നു, ബൈസാന്തിയൻ എംപയർ ഒരു വശത്ത് വരുന്നു, ഈ റോമൻ സാമ്രാജ്യത്തിന്റെ ഒരു കഷ്ണം മറുവശത്ത് ബൈസാന്തിയൻ എംപയറിനെ തകർത്തുകൊണ്ട് അവിടെ ഒട്ടോമൻ സാമ്രാജ്യം വരുന്നു. ഇങ്ങനെ പോകുന്ന ചരിത്രത്തിന്റെ ഈ പോക്കിൽ ഈ മതങ്ങൾക്ക് മുമ്പും ഈ കോൺഫ്ലിക്റ്റുകളുണ്ട്. ഈ മതങ്ങൾ വരുന്നതിന് മുമ്പ് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ട്. മതങ്ങൾ വരുമ്പോൾ അതിന് ഐഡിയോളജിയുടെ, റിലീജിയസ് ഐഡിയോളജിയുടെ ടോൺ കിട്ടി എന്നേ ഉള്ളൂ. ഈ ജിഹാദിസം വളരെ ആക്റ്റീവായിട്ട്, ഇപ്പൊ മുഹമ്മദിനെ ഈ ബൈസാന്തിയൻ എംപയറിനെ തകർക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത് മുഹമ്മദിന്റെ ഒരു പഴയ വാചകമാണ്. ഇസ്താംബൂളിലെ ആപ്പിൾ അത് വീണ്ടെടുക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ ലക്ഷ്യമാണ് എന്ന് പറയുന്ന ഒരു വാചകം ആണ് അവർ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത് എന്ന് പറയുന്നത്. അതൊരു വലിയ ഹോളി വാറായിട്ടാണ് ഇവർ ചെയ്തത്. അധികാരം കിട്ടുന്നവരെ ഉണ്ടായിരുന്നുള്ളൂ ഹോളി വാർ. ദി മോമെന്റ് ഗോട്ട് പവർ ഉപേക്ഷിച്ചു അവരത് ഉപേക്ഷിച്ചിട്ട് അക്കമഡേറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലേക്ക് വന്നു ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഈ ഒട്ടോമൻ എംപയർ അവര് അതിനെ വിളിച്ചത് സാമ്രാജ്യം എന്നല്ല, കാലിഫേറ്റ് എന്നാണ് വിളിച്ചത്. അന്ന് ലോക മുസ്ലിങ്ങളുടെ തലസ്ഥാനമായിരുന്നു കാലിഫേറ്റ്. അവിടുത്തെ സമ്രാട്ട് അല്ലെങ്കിൽ അവിടുത്തെ ചക്രവർത്തി ഖലീഫ ആയിരുന്നു ലോക മുസ്ലിങ്ങളുടെ മുഴുവൻ തലവൻ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ലോകത്തിലെ മുഴുവൻ ക്രിസ്ത്യാനികളുടെയും തലവൻ മാർപ്പാപ്പയായിരുന്നു. പിന്നീട് അത് മാറിയിട്ട് ഓരോ രാജ്യങ്ങളിൽ ഒരു വശത്ത് കാൽവിനും മറുവശത്ത് ലൂതറും ഒക്കെ വളരെ പവർഫുൾ ആകുന്നു. ഇന്നത്തെ നോർത്തേൺ യൂറോപ്പ് മുഴുവനും ലൂതറുടെ കൂടെ പോകുന്നു. നെതർലാൻഡ്സ് ഒക്കെ ഉൾപ്പെടെ പല ഭാഗങ്ങളും കാൽവിന്റെ കൂടെ പോകുന്നു. അവിടെ ഒരുപാട് റിലീജിയസ് കോൺഫ്ലിക്റ്റുകൾ സഭയ്ക്കുള്ളിൽ തന്നെ, ക്രിസ്ത്യൻ മേഖലയിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇസ്ലാമിലും ഈ കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും കാലിഫേറ്റ് ഒരു വലിയ പവർ സെന്ററായി തന്നെ നിലനിന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കാലിഫേറ്റ് തകരുന്നത്, അതാണ് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ടേണിംഗ് പോയിന്റ്. അവിടേക്ക് ഞാൻ വരാൻ ശ്രമിക്കുന്നത് 1921 1921 അതായത് ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ കാലിഫേറ്റ് അടിച്ചു പൊളിച്ചു, അതിനെ ചിതറിക്കളഞ്ഞു. അതിന് ഒരു വലിയ കോളനി, ഇന്നത്തെ ഈ അറേബ്യൻ രാജ്യങ്ങൾക്ക് ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ മുഴുവനും ഇതിന്റെ ഓരോരോ പ്രവിശ്യകളായിരുന്നു. ചില ആൾക്കാർ പറയാറുണ്ട് പലസ്തീൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നില്ല ഒരിക്കലും ഒരു രാജ്യമായിട്ട് എന്ന് പറയാറുണ്ട്. നമുക്ക് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഉണ്ടായിരുന്നില്ല, സൗദി അറേബ്യ ഉണ്ടായിരുന്നില്ല, അല്ലെ? അങ്ങനെ വേണേൽ പറയാം. സിറിയ ഉണ്ടായിരുന്നു, ഈജിപ്റ്റ് ഉണ്ടായിരുന്നു, ഇതൊക്കെ പഴയ സാമ്രാജ്യങ്ങളാണ്. പക്ഷേ ഈ ഒട്ടോമൻ എംപയറിൽ ഒരു പ്രവിശ്യയുടെ പേരായിരുന്നു ഫലസ്തീൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പേരിൽ ഒരു പ്രവിശ്യ അവിടെ നൂറ്റാണ്ടുകളിലുണ്ടായിരുന്നു. ഈ ഒട്ടോമൻ എംപയർ തകരുമ്പോൾ, അല്ലെങ്കിൽ അതിനെ ബ്രിട്ടീഷുകാർ തന്നെ ഡിസ്മെമ്പർ ചെയ്യുമ്പോൾ, ഈ ഓരോ പ്രവിശ്യയ്ക്കും ഓട്ടോണമി കൊടുക്കുകയും അവർക്ക് ഭരണം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഫലസ്തീനികൾക്ക് 1921 നടക്കുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു സ്ഥലം കിട്ടുന്നില്ല. അതേ സമയത്ത് തന്നെ സമാനമായ, ഞാൻ ഇതിനൊരു ജൂയിഷ് പാരലൽ ഉണ്ട്, അതും കൂടെ ഒന്ന് പറഞ്ഞാലേ ഇത് പൂർത്തിയാകുള്ളൂ. കോൺഫ്ലിക്റ്റിന്റെ തുടക്കം യഥാർത്ഥത്തിൽ അവിടെയാണ് എന്നാണ് ഇതേക്കുറിച്ച് നിഷ്പക്ഷമായി കാണുന്ന എല്ലാ ചരിത്രകാരന്മാരും പറയുന്നത്. ഒരുപക്ഷെ 1921 ഖലിഫേറ്റ് തകരുന്നത് ബ്രിട്ടീഷുകാരുടെ ആക്രമണം കൊണ്ട് മാത്രമല്ല. അവിടെ രാജ്യത്തിനുള്ളിൽ തന്നെ മറ്റൊരു കലാപം നടക്കും. ആ കലാപം ഒരു ആദ്യത്തെ സെക്കുലറിസ്റ്റ് വിപ്ലവം നടക്കുന്ന അവിടെയാണ്. നമ്മൾ മുസ്തഫ കമാൽ പാഷ എന്ന് പേരുള്ള ഡൽഹിയിൽ കമാൽ അത്താതുർക്ക് എന്ന് പറയുന്ന ഒരു റോഡ് തന്നെയുണ്ട്. ലോകത്തിലെ ഇസ്ലാമിക സാമ്രാജ്യത്തെ അകത്ത് നിന്ന് പൊളിച്ച ഒരു വലിയ ധീരനാണ് അദ്ദേഹം. അദ്ദേഹം ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടി വാദിച്ചു, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചു, രാഷ്ട്രം മതവും തമ്മിൽ വേർപിരിയണമെന്ന് പറഞ്ഞിട്ട് വാദിച്ചു 1920s. എന്നിട്ട് അവിടെയുള്ള ഭരണത്തെ, അവിടെയുള്ള ഖാലിഫയെ പുള്ളി തൂത്തെറിഞ്ഞു. ഓർക്കേണ്ട ഒരു സംഗതി, ഖാലിഫയ്ക്ക് എതിരായിട്ട് ബ്രിട്ടീഷുകാർ സമരം ചെയ്യാൻ, ടർക്കി എന്ന മഹായുദ്ധത്തിൽ ബ്രിട്ടന് എതിരായിട്ടുള്ള സംഗതിയാണ്. അങ്ങനെ യുദ്ധം ചെയ്യുമ്പോഴാണ് ഖാലിഫ പറഞ്ഞു, ഞങ്ങൾക്കെതിരായിട്ട് യുദ്ധം ചെയ്യുന്നവർ ഒരു ലോക ഇസ്ലാമിനെതിരായിട്ട് യുദ്ധം ചെയ്യുകയാണ്. അവര് ജിഹാദ് എന്നുള്ള പറഞ്ഞൊരു സാധനം അവർ ഉപയോഗിക്കുകയാണ്. ആദ്യമായിട്ട് മോഡേൺ ഡേ ജിഹാദിന്റെ തുടക്കം ആ ഖാലിഫയുടെ ആ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ്. പൊളിറ്റിക്കലി ഫൈറ്റ് ചെയ്യേണ്ടതിന് പകരം, മിലിറ്ററിലി ഫൈറ്റ് ചെയ്യേണ്ടതിന് പകരം അതൊരു റിലീജിയസ് സ്ലോഗനായിട്ട് എടുത്ത് ലോകത്തെല്ലായിടത്തുമുള്ള മുസ്ലിങ്ങളുടെ പ്രശ്നമായിട്ട് അവർ ഉന്നയിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ഇത് ഖാലിഫേറ്റിനെതിരായിട്ടുള്ള ഒരു വലിയ സമരമാണ്. അതുകൊണ്ട് ഖിലാഫത്ത് പ്രസ്ഥാനം ലോകമൊട്ടാകെ ആരംഭിക്കുന്നതിന് വേണ്ടി വലിയൊരു ആഹ്വാനം നടത്തി. അപ്പോൾ ലോകത്തൊട്ടാകെയുള്ള മുസ്ലിങ്ങൾ ഉണർന്നു, അതിനെ മൊബിലൈസ് ചെയ്യാൻ പറ്റി. ഇപ്പൊ ഇന്ത്യയിൽ പോലും ഖിലാഫത്ത് പ്രസ്ഥാനം വളരെ ആക്റ്റീവായിട്ടുണ്ടായി. അതിനെ സപ്പോർട്ട് ചെയ്തത് മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ ഗാന്ധിയാണ് ശരിക്കും പറഞ്ഞാൽ. അന്ന് മുസ്ലിം ലീഗ് ഒരു വശത്ത് ഉണ്ടായി വരുന്നുണ്ട്. ഇതെല്ലാം ഓരോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തോട് അതിനോടുള്ള കൗണ്ടർ റിയാക്ഷൻ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇവിടെ മുസ്ലിം ലീഗ് ഡെവലപ്പ് ചെയ്യുന്നു, ബ്രിട്ടീഷുകാർ മുസ്ലിം ലീഗിനെയും ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനത്തെ അവർ എൻകറേജ് ചെയ്യുന്നു. നോക്കണം, ഇന്ത്യയിൽ വേറൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഈ മുഗളന്മാരുടെ ലിബറൽ സ്ട്രക്ചറൊക്കെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു വന്നാൽ ഒരുപാട് പറയാനുണ്ടെങ്കിലും അവസാനത്തെ പ്രധാനപ്പെട്ട മുഗളൻ എന്ന് പറയുന്ന ഔറംഗസീബ് ആധുനിക ലോകം കണ്ട ഏറ്റവും ഭീകരനായ ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനായിട്ട് റവന്യൂ സിസ്റ്റം ഉണ്ടാക്കി എന്നൊക്കെ പറയാറുണ്ട്, അല്ലേ? ഏറ്റവും നല്ല റവന്യൂ സിസ്റ്റം ഇന്ത്യയിൽ വളർത്തിയെടുത്ത് പുള്ളിയാണെന്ന് പറയാറുണ്ട്. ഒരു കോൺട്രിബ്യൂഷനാണ്. ദീർഘമായ കാലം ഭരിച്ചു.
അദ്ദേഹം സ്വന്തം അച്ഛനെ തന്നെ ജയിലിലാക്കി, മൂത്ത ചേട്ടൻ ദാരാ ഷിക്കോവിനെ കൊന്നു, അങ്ങനെ അധികാരം പിടിച്ചെടുത്തു. 88-ാമത്തെ വയസ്സ് വരെ ജീവിച്ചിരുന്നു, സ്വന്തം മകനെ കൊന്നു, സഹോദരന്മാരെ എല്ലാം കൊന്നു. അങ്ങനെ ഒരു ഭരണാധികാരിയാണ്. ഭയങ്കര നിഷ്ഠൂരനാണ്. സിഖുകാരുടെ അവസാനത്തെ ഗുരുവിനെ വിളിച്ചു വരുത്തി, സമാധാന ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തി തടവെച്ച് തലയൊട്ടി കളഞ്ഞു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. മതം ഇൻസിസ്റ്റ് ചെയ്തു, മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് മുഴുവൻ കരം ജെസിയായി ഏർപ്പാട് ചെയ്തു. അങ്ങനെ ഇസ്ലാമിന്റെ വളരെ യാഥാസ്ഥിതികമായ, കൺസർവേറ്റീവായ, വളരെ പ്രിമിറ്റീവായ ഒരു ഫോം പുള്ളി തിരിച്ചു കൊണ്ടു. അതേസമയം പുള്ളി ഒരു ഫക്കീറുമാണ്. സ്വന്തമായിട്ട് ഏണിങ്സ് ഒന്നുമില്ല. അദ്ദേഹം തന്നെ തൊപ്പി തുന്നി അത് വിറ്റുള്ള കാശ് കൊണ്ട് മരിക്കുമ്പോൾ ചില്ലറ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നത്. ഒരു ഫക്കീറായ, അതേസമയം വലിയ റിലിജിയോസിറ്റി വളരെ ശക്തമായിട്ടുണ്ടായിരുന്ന, മതത്തിന്റെ പേരിൽ മുഴുവൻ ജനങ്ങളെയും കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിച്ച, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു നൊട്ടോറിയസ് റൂളർ ആയിരുന്നു ഔറംഗസീബ് എന്ന് പറയാൻ യാതൊരു മടിയും ഉണ്ടാവേണ്ട കാര്യമില്ല. ഔറംഗസീബ് സോ ബ്രൂട്ടൽ, സോ ക്രൂവൽ. അങ്ങനെയായിരുന്നു. ഇന്ത്യയിലെ ഇസ്ലാമിന്റെ സ്വഭാവം മാറ്റിയത് ഔറംഗസീബിൽ നിന്ന് തുടങ്ങുന്ന ഒരു സ്ട്രീമിൽ നിന്നാണ്. അതുവരെ നമ്മൾ ഈ തരത്തിലുള്ള ഒരു ഇസ്ലാമിനെ നമ്മൾ കാണുന്നില്ല. നോക്കൂ, അക്ബറുടെ രാജധാനിയിലും ഭക്തിമാരായിട്ട് ജയ്പൂർ രാജാവിന്റെ കുടുംബാംഗങ്ങൾ വരുന്നു, അവരൊക്കെ ആയിട്ട് സഖ്യം ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാ തരത്തിലുമുള്ള കലയെ പ്രോത്സാഹിപ്പിക്കുന്നു. സംഗീതം നിഷിദ്ധമായിട്ട് സംഗീതം വരുന്നു, അവിടെ മദ്യം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വരുന്നു, നൃത്തശാലകൾ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലേക്ക് വന്ന് ലിബറലൈസ് ചെയ്യപ്പെട്ടു. ഇന്ന് പോലും മുസ്ലിങ്ങൾക്ക് ഹറാമായി കരുതുന്ന കാര്യങ്ങളൊക്കെ അന്ന് വളരെ ലിബറലായിട്ട് ചെയ്ത ആൾക്കാരിൽ നിന്ന് മാറിയിട്ട് ഔറംഗസീബിനെ പോലത്തെ ഒരാൾ വന്നിട്ട് വളരെ ബ്രൂട്ടലായിട്ട് ഇതിനെ പുറകോട്ട് കൊണ്ടുപോവാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ നമുക്ക് പിന്നീട് കാണാൻ പറ്റുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഖിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങുന്ന വേളയിലാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരമാണെന്ന് പറഞ്ഞാലും അത് ടർക്കിയിലെ ഖാലിഫയെ സംരക്ഷിക്കുക, അതിനെതിരായിട്ട് നടത്തുന്ന ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സമരം എന്നാണ്. അത് ഇസ്ലാമിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്. ഈ ഖിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങുമ്പോൾ, അത് ഗാന്ധി അത് ഏറ്റെടുക്കുമ്പോൾ അതിനെ എതിർത്തു. ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാർ അതിനെ എതിർത്തു. ജവഹർലാൽ നെഹ്റു അതിനെ ഒപ്പോസ് ചെയ്ത ഒരാളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒപ്പോണൻറ്റ് എന്ന് പറയുന്നത്, ഇത് ചർച്ച ചെയ്യപ്പെട്ടത് കോഴിക്കോട് വെച്ചാണ്. കോഴിക്കോട് കോൺഗ്രസിന്റെ ഒരു സെഷൻ നടക്കുന്നുണ്ട്. ആ സെഷനിൽ വെച്ച് ഇത് ഫൈനലി ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ആനി ബസന്റ് അതിനെതിരായിട്ട് ഗാന്ധിയെ, മഹാത്മാന്ന് ആദ്യം വിളിച്ചത് ആനി ബസന്റ് ആണെന്ന് പറയുന്നത്. ആ ആനി ബസന്റ് ഇങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കിയാൽ ഞാൻ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇനി വേറൊരു സംഗതി, ഈ ഖിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങുമ്പോൾ അത് തെറ്റാണ് എന്ന് പറഞ്ഞിരുന്ന ഒരാളാണ് മുഹമ്മദ് അലി ജിന്ന. അന്ന് അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവായിരുന്നു. ജിന്ന ഒരു സെക്കുലർ ആശയങ്ങൾക്ക് വേണ്ടി ആദ്യം നിന്നിരുന്ന ഒരു കോൺഗ്രസ് നേതാവാണ്. ഗാന്ധിയുടെ ഇത്തരം നിലപാടുകൾക്കെതിരെ വാദിക്കുകയും ഖിലാഫത്ത് പ്രസ്ഥാനം പോലെയുള്ള ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കെതിരെ നിൽക്കുകയൊക്കെ ചെയ്ത ഒരാളാണ് ജിന്ന. ആ ജിന്ന, അദ്ദേഹത്തെ പറ്റി പറയുന്നത്, ഞാൻ ആ പീരീഡിനെ കുറിച്ച് എൻ്റെ ഡെസർട്ടേഷനകത്തൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറയാം. ജിന്നയുടെ പേഴ്സണൽ ലൈഫ് വളരെ രസകരമായിരുന്നു. അദ്ദേഹം വിവാഹം കഴിച്ചത് ഒരു പാഴ്സിയെ കല്യാണം കഴിക്കുമ്പോൾ ഇസ്ലാമിക ചടങ്ങുകളൊന്നും ഇല്ലാതെ തന്നെയാണ് കല്യാണം കഴിക്കുന്നത്. അദ്ദേഹത്തിന് പ്രഭാത ഭക്ഷണത്തിന് എപ്പോഴും ബേക്കൺ വേണമായിരുന്നു. ബേക്കൺ ബ്രിട്ടീഷുകാർ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന പന്നിയിറച്ചി കൊണ്ടുള്ള ഒരു വിഭവമാണ്. അത്താഴത്തിന് അദ്ദേഹത്തിന് സ്കോച്ച് വിസ്കി വേണമായിരുന്നു. ആരോ ഒരിക്കൽ ഐറിഷ് വിസ്കി കൊണ്ടുവന്നിട്ട് അദ്ദേഹം വല്ലാതെ ക്ഷുഭിതനായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകൾ ഒത്തിരിയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു മുസ്ലിം നേതാവായിരുന്നു അദ്ദേഹമാണ് പിന്നീട് പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവായിട്ട് മാറുന്നത്. കാരണം അദ്ദേഹം ഗാന്ധിയായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഇവിടെ നിന്ന് വിട്ടുപോയി. അദ്ദേഹം ബ്രിട്ടനിൽ പോയി അറ്റോർണി ആയിട്ട് കഴിയുന്ന കാലത്ത് കുറെ ആൾക്കാർ ചെന്നിട്ട് എന്നാൽ നമുക്ക് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരിക. പുള്ളി ആദ്യം വിസമ്മതിക്കുന്നു, പിന്നെ പുള്ളി വിളിച്ചുകൊണ്ട് വന്ന് പുള്ളി അതിന്റെ നേതൃത്വം ഏറ്റെടുത്തു. അവസാനം മുസ്ലിം ഹോംലാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിന്റെ ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുകയും വലിയ കൂട്ടക്കൊലയ്ക്ക് ഒരു രാജ്യത്തിന്റെ, അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് എംപയറിന്റെ ഇന്ത്യയായിട്ട് വേർപിരിയുന്ന സമയത്ത് ഈ രാജ്യത്തെ മുഴുവൻ വിഭജിക്കുന്നതിനുള്ള കാരണമായി തീരുന്ന ആ വലിയ കോൺഫ്ലിക്റ്റിന് മുഴുവൻ വഴിയൊരുക്കുകയും ചെയ്ത ആ ജിന്ന, അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു വലിയ മുന്നേറ്റത്തിന് വഴി തുറന്ന ജിന്ന ഒരു കാലത്ത് സെക്കുലർ ആശയങ്ങൾക്ക് വേണ്ടി ഗാന്ധിയോട് പടപൊരുതിയിട്ട് പോയ ഒരാളാണെന്നുള്ളത് ചരിത്രത്തിന്റെ മറ്റൊരു ദൗർഭാഗ്യകരമായ മറ്റൊരു വശമാണ്. എനിവേ, ഈ പീരീഡിൽ 1921 ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ കോൺഗ്രസ് ചേരുന്നതോടെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇതുണ്ടാവുന്നത്. അതേസമയം തന്നെ ജിഹാദിസ്റ്റ് മൂവ്മെന്റ് ലോകമൊട്ടാകെ വളർന്നു വരുന്നതും ഈ ഖിലാഫത്ത് മൂവ്മെന്റിന്റെ ഒരു ഫലമായിട്ടാണ് എന്ന് കാണാൻ പറ്റും. ഞാൻ വളരെ കൃത്യമായിട്ട് ജിഹാദിസ്റ്റ് മൂവ്മെന്റ് അതൊരു 20th സെഞ്ചുറി ഫിനോമിനൻ ആണ് എന്ന് പറയാനാണ് ശ്രമിക്കുന്നത്. ആദ്യകാലത്തുണ്ടായിരുന്ന ഇസ്ലാമിന്റെ എക്സ്പാൻഷനിസം, അല്ലെങ്കിൽ അവരുടെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിലുള്ള എക്സ്പാൻഷൻസ് ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ കോണ്ടംപററി റിയാലിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഇതിനെ കാണേണ്ടതെന്ന് കരുതുന്ന ഒരാളാണ്. കാരണം ഇസ്ലാമിനെ ഗൈഡ് ചെയ്യുന്നതിന് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് അല്ല, അതിന്റെ പൊളിറ്റിക്കൽ ഡൈനമിക്സ് ആണ്. എന്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിന് ചൈന പിന്തുണയ്ക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ത്യ അവർക്ക് സഹായം കൊടുക്കുന്നത്? ഇത്രയും നിഷ്ഠൂരമായ ഭരണം നടത്തിയിട്ട് എന്തുകൊണ്ടാണ് അവിടെ ധാതുക്കളുണ്ട്,
സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ആണ്, അത് ജിയോ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഈ പറയുന്ന സംഗതികളൊക്കെ മാറ്റി നിർത്തപ്പെടുകയാണ്. ഇറാൻ എന്തുകൊണ്ടാണ് പ്രാധാന്യമുള്ളതാകുന്നത്? ഇറാൻ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിപണികളിലൊന്നാണ്. അവർക്ക് രാജ്യത്തിനുള്ളിൽ സമ്പത്തുണ്ട്, ഡയറി പ്രോഡക്ട്സിന്റെ ഒരു വലിയ പോസിബിലിറ്റീസ് ഉള്ള പ്രൊഡ്യൂസേഴ്സ് ആണ് അവർ. അങ്ങനെ ഒരുപാട് ഇക്കണോമിക് ആംഗിൾ ഉണ്ട് അതിനകത്ത്. മാത്രമല്ല ഓയിലിന്റെ ഒരു വലിയ റിസർവ് അവിടെയുണ്ട്. അതുകൊണ്ട് ഇറാൻ എന്ത് ചെയ്താലും, എത്ര വലിയ നിഷ്ഠൂര ഭരണം നടത്തിയാലും ഇക്കണോമിക് ഇൻട്രസ്റ്റ് അതിനെ സൂപ്പർസീഡ് ചെയ്യും. ഐഡിയോളജിയേക്കാൾ കൂടുതലും പലപ്പോഴും ജിയോ പൊളിറ്റിക്സും ഇക്കണോമിക്സും ആണ് ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ഈ ഐഡിയോളജിയുടെ പേരിൽ ആൾക്കാർ നടത്തുന്ന ഇത്തരം പ്രചാരങ്ങൾക്ക് അടിപ്പെട്ടിട്ട് നമ്മളതിനെയൊക്കെ ആ നിലയിൽ കണ്ടുകൊണ്ട് വ്യാഖ്യാനിക്കാനും ഒക്കെ ശ്രമിക്കുന്നതിനകത്തുള്ള അപകടത്തിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും 1921 ആണ് ജിഹാദിസ് മൂവ്മെന്റിന്റെ പ്രധാനമായ എക്സ്പോസിഷൻ ഉണ്ടാകുന്നത്. ആ എക്സ്പോസിഷൻ ഉണ്ടാകുന്നതിന് ഒരു കാരണമായി തീർന്നത് മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമാണ്. ഈജിപ്തിലാണ് അതിന്റെ തുടക്കം. 1928 ഒരു ഫ്യൂച്ചറിസ്റ്റ് ആംഗിളിലുള്ള ജിഹാദിസ്റ്റ് സ്ലോഗനുമായിട്ട് ഒരു പുതിയ പ്രസ്ഥാനം ഉണ്ടാവുകയാണ്. ഇസ്ലാമിന്റെ രാഷ്ട്രീയ നേതൃത്വം ഇല്ലാണ്ടായപ്പോൾ അതിന്റെ ഈക്കണോമിക് ഇൻട്രസ്റ്റുകൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ അതിന്റെ പൊളിറ്റിക്കൽ ബാലൻസ് ഓഫ് പവറിന്റെ ആവശ്യം അതിനില്ല. കാരണം എംപയർ ഹാസ് ഗോൺ, തകർത്ത് കളഞ്ഞു അല്ലേ. അപ്പൊ പിന്നെ ഈ ഓരോ സ്ഥലത്തുമുള്ള ഈ എക്സ്ട്രീം ഐഡിയോളജിയുടെ വക്താക്കൾ ഇത് ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ തുടങ്ങി. ഒരു വലിയ മൂവ്മെന്റ് ആയിട്ട് 1928 മുസ്ലിം ബ്രദർഹുഡ് എമർജ് ചെയ്യാണ്. അതാണ് ഈ പിൽക്കാലത്തുള്ള നമ്മൾ ഇന്നറിയപ്പെടുന്ന ജിഹാദിസ്റ്റ് മൂവ്മെന്റുകൾക്ക് മുഴുവനും പ്രചോദനമായി തീർന്നത് ഈ പറയുന്ന 1928 മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെയാണ്. അത് ഈജിപ്തിലാണ് അതിന്റെ തുടക്കം. പക്ഷേ അത് ഒരുപാട് മേഖലകളിലേക്ക് അത് മുന്നോട്ട് പോയി. ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ് അഫ്ഗാൻ സോവിയറ്റ് വാർ നടക്കുന്നത്. അത് ആ ജിഹാദിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ എക്സ്പാൻഷൻ കടന്നു വരും, ഈ അഫ്ഗാനിസ്ഥാനിലേക്കും മറ്റും കടന്നു വരുന്നു. പാകിസ്ഥാൻ രൂപീകരണത്തിന് പോലും ഭാഗമായി തീരുന്ന പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി തീരുന്നതാണ്. ഒരു വശത്ത് ഔറംഗസീബിൽ തുടങ്ങുന്ന മറ്റൊരു സ്ട്രീം ഇവിടെയുണ്ട്. ഇതിനെ കാത്തിരിക്കുകയാണ്, അവരിതിനെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ഇതെല്ലാം കൊണ്ടും വളർന്നു വരുന്ന ഒരു രീതിയുടെ പരിണിത ഫലമായിട്ടാണ് മിലിറ്റന്റ് ജിഹാദിസ്റ്റ് മൂവ്മെന്റ് 20th സെഞ്ചുറിയിൽ വളർന്നു വരുന്നത്. അതിന്റെ ഫലമായിട്ട് നമ്മൾ കണ്ടു ഒസാമ ബിൻ ലാഡന്റെ വളർച്ച കണ്ടു, അൽ ഖയ്ദയെ കണ്ടു, ഐസിസിനെ കണ്ടു, അവിടെ അമേരിക്കയിലെ ട്വിൻ ടവേഴ്സിന്റെ അറ്റാക്ക് ചെയ്യുന്നത് കണ്ടു, 9/11 അറ്റാക്ക് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഐസിസ് ഖാലിഫേറ്റ് നോക്കൂ, 1921 തകർന്ന ഖാലിഫേറ്റ് പുനഃസ്ഥാപിച്ചു എന്നാണ് ഐസിസ് പറഞ്ഞത്. ഖാലിഫേറ്റ് ആണ് അവർ പുനഃസ്ഥാപിച്ചു എന്ന് പറഞ്ഞു. ഇസ്ലാമിന്റെ ലോക തലസ്ഥാനം അവര് വളരെ റാഡിക്കൽ ആയിട്ടുള്ള, വളരെ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ, ജിഹാദിനെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, സ്പിരിച്വൽ ഇന്റർപ്രിട്ടേഷൻ മുതൽ മിലിറ്ററി ഇന്റർപ്രിട്ടേഷൻസ് വരെയുണ്ട്. അതിനെ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള മിലിറ്ററി ഇന്റർപ്രിട്ടേഷൻസ് വെച്ചുകൊണ്ട് അവർ ഒരു ഖാലിഫേറ്റ് തന്നെ പ്രഖ്യാപിച്ചു. അത് മിഡിൽ ഈസ്റ്റിലേക്കും ആഫ്രിക്കയിലേക്കും ഏഷ്യയിലേക്കും അങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പല രൂപത്തിൽ അത് എക്സ്പാൻഡ് ചെയ്യാണ്. നോക്കൂ, ഇത് ഇസ്ലാം ആദ്യം മുതൽ മുന്നോട്ടുള്ള ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അന്നു മുതൽ ഇതൊരു എക്സ്പാൻഷനിസ്റ്റ് എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റ് ആയിട്ടല്ല വരുന്നത് എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. 7-8 നൂറ്റാണ്ടിലെ അതിന്റെ തീക്ഷ്ണമായ ഒരു രൂപം കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കാണുന്ന റാഡിക്കലിസം വരുന്നത് ഖലിഫേറ്റിന്റെ തകർച്ചയ്ക്ക് ശേഷമാണ്. അവിടെ മുതലാണ് മോഡേൺ ജിഹാദിസ്റ്റ് മൂവ്മെന്റ് വരുന്നത്. ഇന്നറിയപ്പെടുന്ന എല്ലാ ജിഹാദിസ്റ്റ് ഗ്രൂപ്പുകളും, ലോകമൊട്ടാകെയുള്ള ജിഹാദിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ തന്നെ ഇനവേ ഈ ഈജിപ്തിൽ നിന്ന് വന്ന 1928 തുടങ്ങുന്ന ഇസ്ലാമിക് ബ്രദർഹുഡിൽ നിന്നാണ്, മുസ്ലിം ബ്രദർഹുഡ് ആണ് അതിന്റെ വേരുകൾ കണ്ടെത്തുന്നത്. ഇനി ഞാൻ വേറൊരു പാരലിലേക്ക് വരാം. യഹൂദരുടെ കഥ നോക്കാം. അവർക്ക് ഈ സമാനമായ മറ്റൊരു സിദ്ധാന്തമുണ്ട്, സയോണിസം എന്നാണ് അറിയപ്പെടുന്നത്. ഈ സയോണിസ്റ്റ് പ്രസ്ഥാനത്തെ വലിയൊരു അപകടകരമായ സംഗതിയായിട്ടാണ് അറബികളൊക്കെ കാണുന്നത്. നമ്മൾ മറ്റേ നോൺ ഇസ്ലാമിക് വേൾഡ് എങ്ങനെയാണോ ജിഹാദിസത്തെ കാണുന്നത്, അതുപോലെ തന്നെയാണ് സയോണിസത്തെ അറബ് വേൾഡും ഇസ്ലാമിക വേൾഡും കാണുന്നത്. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം പ്രധാനമായിട്ടും നോക്കുക, അറബികളും മുസ്ലിങ്ങളും വളരെ സൗഹൃദത്തിൽ കഴിഞ്ഞ ആൾക്കാരാണ്. ആദ്യത്തെ മുഹമ്മദിന്റെ പീരീഡിലുള്ള കോൺഫ്ലിക്റ്റ് കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവുന്ന എല്ലാ എംപയറുകളും, മൂറുകളുടെ എംപയറിലാണെങ്കിലും അത് ഒട്ടോമൻ എംപയറിലാണെങ്കിലും ഒക്കെ അറബുകള് യഹൂദരെ അവരോടൊപ്പം ചേർത്താണ് നിർത്തിയിരിക്കുന്നത്. അന്ന് യഹൂദര് വലിയ പീഡനം നേരിടുന്നുണ്ട്, ചരിത്രത്തിൽ ഉടനീളം അവർ പീഡനം നേരിടുന്നുണ്ട് എന്ന് പറഞ്ഞാലും ആ പീഡനം നേരിടുന്നത് കത്തോലിക്കരിൽ നിന്നാണ്. അവരുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഡിസ്ട്രക്ഷൻ അവരുടെ കാര്യത്തിൽ ഉണ്ടായത് തന്നെ അവരുടെ ഒരു ടെമ്പിൾ തകർത്ത് കളയുന്ന ഒരു സംഭവത്തോടു കൂടിയാണ്. ആ ടെമ്പിൾ എന്ന് പറയുന്നത് അവരുടെ ഒരു വിശ്വാസത്തിന്റെ ഒരു വലിയ കേന്ദ്രമായിരുന്ന ഒരു ക്ഷേത്രം. അത് C70 ആണ് അത് തകർത്ത് കളഞ്ഞത്. ആ സെക്കൻഡ് ടെമ്പിൾ എന്ന് പറയുന്ന ആ സംഗതിയെ തകർത്ത് കളഞ്ഞ റോമൻ എംപയർ ആണ്. ഇത് C70 ഇപ്പൊ C70 വരുമ്പോൾ ഓർക്കണം, ആ സമയത്ത് റോമൻ സാമ്രാജ്യം കത്തോലിക്ക സഭയുടെ കീഴിലായിട്ടില്ല. അന്ന് കത്തോലിക്ക സഭ ഇല്ല.
കത്തോലിക്ക സഭ ഉണ്ടാകുന്നത് 4-ാം നൂറ്റാണ്ടിലാണ്. കോൺസ്റ്റന്റൈൻ ക്രിസ്തുമതം സ്വീകരിക്കുമ്പോഴേ കത്തോലിക്ക സഭ ഉണ്ടാവുന്നുള്ളൂ. അതുവരെ റോമൻ സാമ്രാജ്യത്തിന്റെ മതം എന്ന് പറയുന്നത് റോമൻ മതമാണ്. അപ്പൊ ഈ ടെമ്പിൾ തകർത്തത്, ഇവരുടെ സെക്കൻഡ് ടെമ്പിൾ തകർത്തത് കത്തോലിക്ക സഭയല്ല, മറിച്ച് അത് റോമൻ എംപയർ ആണ്. അത് C70 തകർക്കുന്നത്. ആ സമയത്താണ് ഇവരുടെ ഈ ജൂയിഷ് എക്സൈൽ അല്ലെങ്കിൽ ഡയസ്പോറ അവർ മുഴുവനും പലായനം ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവുന്നത്. ഓർക്കും, വേണമെങ്കിൽ സമാന്തരമായിട്ട് സംഗതി പറയാം. തമിഴ് ഈലം എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ചുള്ള ഒരു മോഹമായിട്ട് കഴിയുന്ന ആൾക്കാർ അവരെ മുഴുവൻ തോൽപ്പിക്കുന്നു. ഇന്ന് ശ്രീലങ്കക്കാർ ഇന്ന് ലോകമൊട്ടാകെ ചിതറി കഴിയുക. നാളെ എപ്പോഴെങ്കിലും ഒരു തമിഴ് ഈഴം ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ കഴിയുന്ന ആൾക്കാർ കുറെ തലമുറ കഴിയുമ്പോൾ പോയിട്ടൊരു തമിഴ് ഈഴം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ എങ്ങനെയിരിക്കും? ഇതുപോലെ ഒരു സംഭവം യഹൂദരുടെയൊക്കെ. അപ്പൊ ഈ റോമൻ എംപയർ പിന്നീട് ഏറ്റെടുക്കുന്ന ആരാണ്? അത് കത്തോലിക്ക സഭയാണ്. അതിന്റെ അധീശത്വം കത്തോലിക്ക സഭയുടെ കീഴിലാണ് പിന്നീട് നിരവധി നൂറ്റാണ്ടുകൾ. 4-ാം നൂറ്റാണ്ട് മുതൽ കത്തോലിക്ക സഭയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അതിനെതിരായിട്ട് ഈ റോമൻ എംപയറിന് കണ്ടിന്യൂറ്റി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കൽ റിബല്ലിംഗ് ഉണ്ടാകുന്നുണ്ട്. ആ പൊളിറ്റിക്കൽ റിബല്ലിംഗ് യഹൂദർ നേരത്തെ തന്നെ യഹൂദിയൊക്കെ കീഴ്പ്പെടുത്തുന്ന സമയത്ത് തന്നെ അവർ റോമൻ അധീശത്വത്തിനെതിരായിട്ടുള്ള റിബല്യൻ നടത്തുന്നുണ്ട്. അതിന് ഫലമായിട്ടാണ് ഈ ടെമ്പിൾ തന്നെ തകർത്ത് കളഞ്ഞത്. പ്രധാനമായിട്ടും ഒരു കച്ചവടക്കാരായിട്ട് ഒരു വേറൊരു ട്രഡീഷനാണ്. ഒരു കച്ചവടം, മണി ലെൻഡിങ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയാവുന്ന ആൾക്കാരായിരുന്നു പ്രധാനമായിട്ടും ജൂയിഷ് ട്രഡീഷൻ ഉള്ളവർ. ട്രേഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒപ്പം തന്നെ ഇൻവെസ്റ്റ്മെന്റും മണി ലെൻഡിങ്ങുമായിട്ടാണ് ജൂയിഷ് കമ്മ്യൂണിറ്റി മുന്നോട്ട് വരുന്നത്. പക്ഷെ അവരെ തുരത്ത് കാണാം. അവരൊരു ദീർഘകാലം ഈജിപ്തിലായിരുന്നു എന്നും അവിടെ നിന്ന് അവർക്കൊരു പ്രവാസം ഉണ്ടായിരുന്നും അത് ഒക്കെ പറയുന്ന മോശയുടെ ഒരു വലിയ യാത്രയെക്കുറിച്ചൊക്കെ പറയുന്നതിനെ കുറിച്ച് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒരു പ്രസിദ്ധമായ പുസ്തകമുണ്ട്, മോസസ് ആൻഡ് മോണോത്തീസം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അപ്പം അദ്ദേഹം ഒരു യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളാണ്. ഇത് എത്ര അബദ്ധജടിലമായ ഒരു മിത്ത് മാത്രമാണെന്ന് പുള്ളി അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ ഈ 70 CE നടന്ന ഡിസ്ട്രക്ഷൻ ഒരു ഹിസ്റ്റോറിക്കൽ റിയാലിറ്റിയാണ്. രേഖകളൊക്കെ ഉണ്ട്. യഹൂദർ ചിതറിപ്പോയി. അവര് ഒരു പുതിയ രാഷ്ട്രം ഉണ്ടാക്കണം എന്നുള്ള മോഹവുമായിട്ട് ചില ആൾക്കാരൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ അത് സാധ്യമല്ലാത്ത മട്ടിൽ ചിതറിപ്പോയി. റോമിൽ എവിടെയും യഹൂദർ വേട്ടയാടപ്പെടുകയായിരുന്നു. റോമിൽ എല്ലാ ഭാഗത്തും. പഴയ ഏത് ചരിത്ര സാഹചര്യം വെച്ച് നോക്കിയോ പ്ലേഗ് ഉണ്ടാവുന്നത് യഹൂദരാണ് കാരണക്കാർ, അവരുടെ രീതികൾ കൊണ്ടാണ് പ്ലേഗ് ഉണ്ടാകുന്നത് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള മാർത്തിപ്പാപ്പമാരുണ്ട്. യഹൂദനെ എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. യഹൂദരുടെ ഗ്രൂപ്പുകളെ മുഴുവനും തുരത്തിട്ട് അവർ ഗട്ടോകളിലാണ് കഴിയുന്നത്. ഇതൊക്കെ ഇസ്ലാമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പാണ് നടക്കുന്നത്. പിന്നീട് ഇസ്ലാമിന്റെ എക്സ്പാൻഷന്റെ സമയത്ത് യഹൂദരുമായിട്ടുള്ള ചില ഏറ്റുമുട്ടലുകൾ അവിടെ 6-7 നൂറ്റാണ്ടുകൾ നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ പിന്നീട് കാണുന്ന മൂറുകളുടെ സാമ്രാജ്യത്തിൽ യഹൂദരും മുസ്ലിങ്ങളുമാണ് ഉള്ളത്. ഒട്ടോമൻ സാമ്രാജ്യത്തിൽ യഹൂദർ അതിന്റെ പാർട്ടായിട്ടാണ് കഴിയുന്നത്. അവരുടെ ട്രേഡിനെ മുഴുവൻ ഫിനാൻസ് ചെയ്യുന്നത് ഇവരാണ്. അതുകൊണ്ട് അവരെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കത്തോലിക്ക സ്ഥലങ്ങളിലൊക്കെ തന്നെ യഹൂദർ പീഡനത്തിൽ വരികയാണ് ചെയ്യുന്നത്. കത്തോലിക്കർ മാത്രമല്ല, പിന്നീട് പ്രോട്ടസ്റ്റന്റിസം ഉണ്ടാകുമ്പോൾ ലൂതറുടെ ഒരു പുസ്തകമുണ്ട്, യഹൂദർ എത്രമാത്രം അപകടകാരികളാണ് എന്ന് പറഞ്ഞിട്ട്. പ്രോട്ടസ്റ്റന്റ് മൂവ്മെന്റിന്റെ തലതൊട്ടപ്പനാണ് ലൂതർ, അല്ലേ? ലൂതറിന്റെ ഒരു പുസ്തകം തന്നെയുണ്ട്, ഓൺലൈനിൽ കിട്ടും, ഡൗൺലോഡ് ചെയ്യാം ഫ്രീ ആയിട്ട്. യഹൂദരെ എങ്ങനെയാണ് നിങ്ങൾ ആക്രമിക്കേണ്ടത്, യഹൂദരുടെ ജീവിതം എന്തുകൊണ്ടാണ് നമുക്കൊക്കെ പാരയായി തീരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകമാണത്. അവൻ യഥാർത്ഥത്തിൽ ഈ കോൺഫ്ലിക്റ്റ് ചരിത്രത്തിലുടനീളം ക്രൈസ്തവരും യഹൂദരും തമ്മിലാണ്. പക്ഷേ ഈ കോൺഫ്ലിക്റ്റിന് ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നത് 1-ാം ലോകമായത്തിൽ കഴിയുന്നതോടുകൂടിയാണ്. അത് മുസ്ലിങ്ങളും യഹൂദരും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറുകയാണ്. ആ കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറുന്നത് ഒരുപക്ഷെ ഈ ഫസ്റ്റ് വേൾഡ് വാർ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഈ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി നേഷൻഹുഡ്, അവിടെ സ്റ്റേറ്റുകളെയും നേഷൻസിനെയും ഒക്കെ റീഡിഫൈൻ ചെയ്യുകയും ഒരുപാട് പുതിയ സ്റ്റേറ്റുകൾ ഉണ്ടാവുകയും രാജ്യങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയത്ത് യഹൂദർ ഒരു ആവശ്യം പറയുന്നു. അവർക്ക് അവരുടേതായ ഒരു രാജ്യം വേണം. ഈ രാജ്യങ്ങളൊക്കെ അന്നത്തെ ഒട്ടോമൻ സാമ്രാജ്യത്തിലെ ഓരോ സ്റ്റേറ്റിനെയൊക്കെ വേറെ വേറെ സംഭവങ്ങളാക്കി മാറ്റുന്നു, കൊച്ചു കൊച്ചു രാജ്യങ്ങളാക്കി മാറ്റുന്നു. ഇന്നത്തെ അറബ് രാജ്യങ്ങളൊക്കെ നിലവിൽ വരുന്നു. അപ്പോൾ യഹൂദർക്കൊരു രാജ്യം വേണം എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവരപ്പെടുകയാണ്. അപ്പൊ ആ വരുന്ന സമയത്ത് അതിന് പശ്ചാത്തലമായിട്ട് തിയോഡോർ ഹെർസി എന്ന് പറയുന്ന ഒരാൾ, ഇതിനു മുമ്പ്, വളരെ മുമ്പ് തന്നെ, ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ്, ഒരു നൂറ്റാണ്ടല്ല, ഏതാണ്ട് 75-80 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുസ്തകം എഴുതുന്നുണ്ട്, ദി ജൂയിഷ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സാധനം എഴുതുന്നുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു യഹൂദരുടെ രാഷ്ട്രം എന്ന് പറയുന്ന ഒരു ആശയം ആധുനിക കാലത്ത് മുന്നോട്ട് കൊണ്ടുവരുന്നത്. യഹൂദർക്കൊരു രാഷ്ട്രം വേണം. അങ്ങനെ ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ നോക്കൂ, അന്ന് വേറൊരു സാമ്രാജ്യമുണ്ട് ഈ പുസ്തകം എഴുതുന്ന സമയത്ത്, ഓസ്ട്രിയ ഹംഗറി. ഓർത്തഡോക്സുകാരുടെ മറ്റൊരു സാമ്രാജ്യം വരുന്നത് 1-ാം ലോകമഹായുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ ഖലിഫേറ്റ് മാത്രമല്ല തകർന്നത്, ഓസ്ട്രിയ ഹംഗറി സമ്പൂർണ്ണമായിട്ടും തകർത്ത് കളഞ്ഞു. ഓർത്തഡോക്സുകാരുടെ വലിയ സാമ്രാജ്യമായിരുന്ന ഓസ്ട്രിയ ഹംഗറി ഛിന്ന ഭിന്നമാക്കി, നിരവധി കഷ്ണങ്ങളാക്കി. ഈ അന്ന് ബ്രിട്ടീഷുകാർ ചെയ്തത്, അന്ന് അറിയപ്പെടുന്ന പ്രധാന ലോകത്തുണ്ടായിരുന്ന എല്ലാ വലിയ സാമ്രാജ്യങ്ങളെയും കഷ്ണങ്ങളായി മുറിച്ച് കൊച്ചു കൊച്ചു രാജ്യങ്ങളാക്കി മാറ്റിക്കളഞ്ഞവർ. ഓസ്ട്രിയയായി ഹംഗറിയായി അങ്ങനെ കൊച്ചു കൊച്ചു രാജ്യങ്ങളായിട്ട് അവിടെ മാറുന്നു. അതുപോലെ തന്നെ അറബ് രാജ്യങ്ങൾ മുഴുവൻ കൊച്ചു കൊച്ചു രാജ്യങ്ങളായിട്ട് മാറുന്നു. ഈ സമയത്താണ് ഒരു പുതിയ നാഷണലിസത്തിനെതിരായിട്ടാണ് ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുമെങ്കിലും സമാനമായ ഒരു നാഷണലിസ്റ്റ് ഐഡിയയായിട്ട് 1896 എഴുതിയ പുസ്തകത്തിൽ നിന്ന് ആവേശം കൊണ്ടിട്ട് കുറേയേറെ ആൾക്കാർ അവർ മുന്നോട്ട് വരുന്നത്. ഇതിനു മുമ്പായിട്ട് തന്നെ ഈ പലസ്തീനിയൻ സെറ്റിൽമെന്റ്സ് ഉള്ള സ്ഥലത്ത്
1897 തോന്നുന്നു, 97 മറ്റോ ആദ്യമായിട്ട് ഒരു ജൂയിഷ് സയോണിസ്റ്റ് കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു സംഭവം നടക്കുകയാണ്. അവിടെ ഈ ഒരു പഴയ ഓൾഡ് ടെസ്റ്റ്മെന്റ്, ക്രിസ്ത്യാനികളുടെ ബൈബിളല്ല, അവരുടെ ഓൾഡ് ടെസ്റ്റ്മെന്റിനകത്തുള്ള ഇതനുസരിച്ചിട്ട് ഇവിടെ നിന്നാണ് ഇവർ പണ്ട് പലായനം ചെയ്യപ്പെട്ടത്. ആ ഇവരെ പലായനം ചെയ്ത് മുസ്ലിങ്ങളല്ല, അത് ക്രിസ്ത്യാനികളുമല്ല, റോമക്കാരാണ്. റോമൻ ഭരണത്തിലുണ്ടായിരുന്ന സമയത്ത് റോമൻ മതക്കാരാണ് ഇവരെ ഓടിച്ചത്. അത് കഴിഞ്ഞ് അത് ക്രിസ്ത്യാനികൾ വന്നപ്പോൾ ക്രിസ്ത്യാനികൾ എല്ലായിടത്തും അവർ ഓടിച്ചിട്ട് തല്ലി. അത് കഴിഞ്ഞിട്ട് ഇസ്ലാമിന്റെ ഭരണം അവിടെ ഒട്ടേറെ സ്ഥലങ്ങളിൽ വന്നു. അവരുമായിട്ട് താരതമ്യേന പൊരുത്തപ്പെട്ടാണ് കഴിയുന്നതെങ്കിലും 1921 അതിന്റെ മുഖമാകെ മാറുകയാണ്. ഈ പറയുന്ന ഈ കോൺഫ്ലിക്റ്റിന്റെ സമയത്തോടുകൂടി ഒരു വശത്ത് ജിഹാദിസ്റ്റ് മൂവ്മെന്റ് വളർന്നു വരുമ്പോൾ അതിനൊരു കൗണ്ടർ മൂവ്മെന്റ് എന്ന നിലയിൽ സയോണിസത്തെ വെസ്റ്റേൺ പവേഴ്സ് വളരെ ഉദാരമായിട്ട് പ്രോത്സാഹിപ്പിച്ചു. ആ പ്രോത്സാഹിപ്പിക്കലിന്റെ ഭാഗമായിട്ട് ഈ പലസ്തീൻസിന് ഒരു രാജ്യം കൊടുക്കും എന്ന് പറഞ്ഞൊരു വാഗ്ദാനമുണ്ട് 4 ലോകമായതിന്. പക്ഷെ അത് കൊടുക്കുന്നില്ല. കാരണം അവിടെ തന്നെയാണ് ഈ ഇസ്രയേലികൾ അവരുടെ ഒരു സയോണിസ്റ്റ് സ്റ്റേറ്റ് വേണം എന്ന് പറയുന്നത്. 47 എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. 47 UN പാർട്ടീഷൻ പ്ലാൻ അനുസരിച്ച് ജൂയിഷ് അറബ് കോൺഫ്ലിക്റ്റിന്റെ അവസാനം കുറിക്കുന്നു. 2 കൂട്ടർക്കും അടുത്തടുത്ത സ്ഥലങ്ങളായിട്ട് 2 രാജ്യങ്ങൾ കൊടുക്കാൻ തീരുമാനിക്കുന്നു. അതേ തുടർന്നിട്ടുണ്ടാകുന്ന തർക്കങ്ങളെ തുടർന്നിട്ട് പലസ്തീനികൾ സ്വീകരിക്കുന്നില്ല. അവരൊരു യുദ്ധം പ്രഖ്യാപിക്കുന്നു. അറബ് രാജ്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന കോൺഫ്ലിക്റ്റ് അവിടെ പോവുകയാണ്. അത് അറബ് നാടുകളുടെ ഒരു ദീർഘമായ കോൺഫ്ലിക്റ്റുകളുടെ തുടക്കം അവിടെ കുറിക്കുകയാണ്. പക്ഷേ ജിഹാദിസം അവിടെയല്ല അതിന് പുതിയ ഫ്രൂട്ട്സ് ഉണ്ടായത്. അതുണ്ടായത് അഫ്ഗാനിസ്ഥാനിലാണ്, അതുണ്ടായത് ഇറാനിലാണ്, അത് വീണ്ടും പുഷ്കലമായത് ഈജിപ്തിലാണ്, അത് യൂറോപ്പിലെ പല ഭാഗങ്ങളിലേക്കും അത് പടർന്നു കയറി. അങ്ങനെ ജിഹാദിസത്തിന് പുതിയ മാനങ്ങളുണ്ടായി. ഒപ്പം തന്നെ സയോണിസത്തിനും വലിയ സപ്പോർട്ട് ഉണ്ടായി. വലിയ കടുത്ത പകയായിട്ട് മാറുകയാണ്. അപ്പം ഈ പൊതുവെ തന്നെ അറബ് കൾച്ചർ അതിന്റെ വക്താക്കളും ജിഹാദികളും വെസ്റ്റേൺ സൊസൈറ്റിക്കും വെസ്റ്റേൺ കൾച്ചറിനും എതിരായിട്ടൊരു നിലപാടാണ് എടുക്കുന്നത്. കാരണം ഈ വെസ്റ്റേണേഴ്സ് ആണ് അവരുടെ പഴയ ഖാലിഫയെ തകർത്ത് കളഞ്ഞത്. അവിടെ നിന്നാണ് തുടക്കം എന്ന് പറയുന്നത്. യഹൂദര് വെസ്റ്റേൺ കൾച്ചറിന്റെ പാർട്ടല്ലെങ്കിൽ പോലും അവർ ചിതറിപ്പോയി എത്തിച്ചേർന്നത് മുഴുവൻ വെസ്റ്റേൺ നേഷൻസ് ആണ്. അവരെല്ലാം തന്നെ വെസ്റ്റേണൈസ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അറബ് നാടുകളിലുള്ളവരാണ്, അല്ലേ? അവിടെ ജീവിച്ചിരുന്ന ആൾക്കാരാണ്. മറ്റ് സിറിയക്കാരെ പോലെയും മറ്റുള്ളവരെ പോലെയുള്ള അവിടുത്തെ നാട്ടുകാരാണെങ്കിൽ പോലും അവര് കുടിയേറി മറ്റ് സ്ഥലങ്ങളിൽ നൂറ്റാണ്ടുകൾ ജീവിക്കുന്നതോടുകൂടി അവർ വെസ്റ്റേണൈസ് ചെയ്തു. വെസ്റ്റേണൈസ് ചെയ്യുന്നത് വഴി അവര് പീഡനം അനുഭവിക്കുന്നുണ്ട്. കത്തോലിക്ക രാജ്യങ്ങളിലൊക്കെ അവർ പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിലും ഗട്ടോകളെ കഴിയുന്നെങ്കിൽ അവരൊക്കെ പലായനം ചെയ്തെന്ന ഒട്ടോമൻ സാമ്രാജ്യത്തിലും മൂറുകളുടെ സാമ്രാജ്യത്തിലേക്കാണ് പോകുന്നത്. രക്ഷപ്പെട്ട് ഓടി വരുന്ന എന്തുകൊണ്ടാണ് ഇപ്പൊ കേരളത്തിലും മറ്റും യഹൂദർ എത്തിച്ചേർന്നത്? ആരുടെ പീഡനം കൊണ്ടായിരിക്കും? അത് കത്തോലിക്കരുടെ പീഡനം കൊണ്ട് തന്നെയാണ് അവരെത്തിച്ചേർന്നത്. അവര് ആദ്യത്തെ റൂട്ടുകൾ തന്നെ കണ്ടെത്തുന്ന സമയത്ത് തന്നെ 4-ാം നൂറ്റാണ്ടിൽ തന്നെ അവർ വന്നു എന്നാണ് പറയുന്നത്. അന്ന് ഇസ്ലാം ഇല്ല. 4-ാം നൂറ്റാണ്ടിലാണ് കേരളത്തിലേക്ക് യഹൂദർ വരുന്നത്. അന്ന് ഇസ്ലാം ഉണ്ടായിട്ട് പോലുമില്ല, മുഹമ്മദ് ജനിച്ചിട്ട് പോലുമില്ല. ഈ കോൺഫ്ലിക്റ്റ് ഒരു പിൽക്കാല സന്തതിയാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് മതമല്ല, ഐഡിയോളജി അല്ല, ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റും പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റും ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റും ഈക്കണോമിക് ഡിറ്റർമിനന്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ അംബീഷൻസുമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചോദക ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് ഒരു അവസാനം കാണണമെങ്കിൽ ഒരു മതത്തിന്റെ പേരിൽ മറ്റേ മതത്തെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ ഒരു മതത്തെ നമ്മൾ നിശ്ചിതമായി ആ മതമാണ് ഇതിന്റെ കാരണം എന്ന് പറയുകയോ ചെയ്യുന്നതിന് പകരമായിട്ട് ഇസ്ലാമിക് സൊസൈറ്റിയെ നമ്മൾ ലിബറലൈസ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ഇസ്ലാമിനെ തെറിവറിയല്ല വേണ്ടത്. അവരെ അധിക്ഷേപിച്ച് അവരെ ബ്ലാങ്കറ്റ് ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യല്ല വേണ്ടത്. അതിനകത്ത് പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് വേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇറാനിൽ അവിടുത്തെ ഒരു വലിയ ഇൻസൈഡ് മൂവ്മെന്റ് ഉണ്ടായതുപോലെ ഇസ്ലാമിക ലോകത്ത് ആഭ്യന്തര പരിവർത്തനം ഉണ്ടാകുന്നതിന് നമ്മൾ വെളിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. അതുകൊണ്ടാണ് എക്സ് മുസ്ലിം പ്രസ്ഥാനങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് വളർന്നു വരേണ്ടത്. കാരണം എക്സ് മുസ്ലിം പ്രസ്ഥാനങ്ങൾ പറഞ്ഞാൽ ഇന്ത്യയിലും മറ്റും എക്സ് മുസ്ലിം പ്രസ്ഥാനത്തിന് വലിയ പ്രസക്തി ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്കിവിടെ മുസ്ലിം മതത്തിൽ നിന്ന് വെളിയിൽ വരുന്ന അത്രയും വലിയ പ്രശ്നമൊന്നുമല്ല. മറിച്ച് ഇറാനിലെ സ്ഥിതി, പാകിസ്ഥാനിലെ സ്ഥിതി, ബംഗ്ലാദേശിലെ സ്ഥിതി എന്നൊക്കെ പറയുന്നത് വളരെ ഭീകരമാണ്. നൈജീരിയയിലെ സ്ഥിതി ഒക്കെ വളരെ, സുഡാനിലെ സ്ഥിതി ഒക്കെ വളരെ വളരെ ഭീകരമായ സ്ഥിതിയാണ്. അവിടെ ഒന്നും ജീവിക്കാൻ പോലും പറ്റില്ല. കൊന്നുകളയും സിസ്റ്റം. ഇന്ന് ഏതാണ്ട് 1 ഡസനിലോ 2 ഡസനിലോ മറ്റ് അത്രയും വരുന്ന രാജ്യങ്ങളിൽ ഇസ്ലാം മതം വിട്ടുകഴിഞ്ഞാൽ കൊന്നുകളയാനുള്ള നിയമം ഇസ്ലാമിക രാജ്യങ്ങളിലുണ്ട്. ഇനി രാജ്യം കൊന്നില്ലെങ്കിലും അവിടെ ജിഹാദിസ്റ്റ് ഗ്രൂപ്പുകൾ നിങ്ങളെ തല്ലിക്കൊല്ലും. അത്ര രൂഢമൂലമായിട്ടുള്ള ഈ എക്സ്ട്രീമിസം ഇന്ന് വളർന്നു വന്നിട്ടുണ്ട്. അതിനെ കേറ്റർ ചെയ്യുക, അതിനെ എൻകറേജ് ചെയ്യുക ഒക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നമുക്ക് കേരളത്തിൽ തന്നെ നോക്കും. ഒരു 25 കൊല്ലം മുമ്പ് ഇത്രയും വലിയ റാഡിക്കലിസം നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇസ്ലാമിക് അപ്രൈസിങ്, മോഡേൺ ഡേ ഇസ്ലാമിക് അപ്രൈസിങ് ഉണ്ടാകുന്നത് നമ്മൾ വാര്യംകുന്നത്തിന്റെയും മറ്റും സ്ട്രഗിൾ. അത് ചില ആൾക്കാർ സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അതൊരു
ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു അപ്രൈസിംഗ് ആയിരുന്നു അത്. അതൊരു റിലീജിയസ്ലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള അപ്രൈസിംഗ് തന്നെയായിരുന്നു. അവരുണ്ടാക്കാൻ ശ്രമിച്ച ഒരു കാലിഫേറ്റിന്റെ ചോട്ട എമീർ ആണ് പുള്ളി ശ്രമിച്ചത്, എമിറേറ്റ് ഉണ്ടാക്കാനാണ് പുള്ളി ശ്രമിച്ചത്. അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. ഇനി അതെല്ലാം ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതെല്ലാം സ്വാതന്ത്ര്യ സമരമാണെന്ന് വ്യാഖ്യാനിക്കാം. അത് ഞാൻ ഐ ലീവ് ഇറ്റ് ടു പൊളിറ്റീഷ്യൻസ്. പക്ഷേ ഈ ചരിത്രം മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു റിലീജിയസ്ലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനമായിരുന്നു അതിന്റെ പ്രചോദനം എന്ന് പറയുന്നത്. മാപ്പിള കലാപത്തിന്റെ മുഴുവനും എന്ന് പറയുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഒരു ഔട്ട്പുട്ടാണത്, ആ സംഭവം എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, ഇതാണ് പീരിയഡ് എന്ന് പറയുന്നത്. ഇതേ സമയത്ത് തന്നെയാണ് ഈ സയോണിസ്റ്റ് മൂവ്മെന്റ് എക്സ്പാൻഡ് ചെയ്യുന്നതും അത് ആന്റി അറബ് മൂവ്മെന്റ് ആയി മാറുന്നതും. ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് മുഴുവൻ പലസ്തീനികളെയും തുരത്തുകയാണ് വേണ്ടതെന്ന് പറയുന്ന ഒരു ആശയത്തിന് ഒരു വലിയ പ്രചാരം കിട്ടുകയും ചെയ്യുന്നത്. അവര് പണം കൊടുത്ത്, വെസ്റ്റിലൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാരൊക്കെ വന്ന് പണം കൊടുത്ത് അവിടെ ഭൂമി കരസ്ഥമാക്കി ക്രമേണ അവിടെ അവരുടേതായ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാക്കി അതിനെ സ്വീകരിക്കരുത് എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പ് അറബ് ദേശത്ത് വളർന്നു വരികയും ചെയ്യുന്നതോടുകൂടി കോൺഫ്ലിക്റ്റിന് പുതിയ മാനങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പൊ ആ കോൺഫ്ലിക്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു പക്ഷത്തെ, ഇതൊരു ചരിത്ര സന്ധിയിൽ നമുക്കാർക്കും നിയന്ത്രണമില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ ചരിത്ര സാഹചര്യത്തിന്റെ ഒരു ഔട്ട്പുട്ടാണ് ഈ കോൺഫ്ലിക്റ്റ് എന്ന്. ഇന്ന് നോക്കൂ, നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഞാനിപ്പോ അതിനകത്ത് ഈ സയോണിസ്റ്റ് മൂവ്മെന്റിനെ നമ്മൾ കൂടുതലായിട്ട് അതിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. അവര് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച ഒരു ജനതയാണ് യഹൂദർ എന്ന് പറയുന്നത്. അനുഭവിച്ചത് മുഴുവൻ ക്രിസ്ത്യാനികളിൽ നിന്നാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് കേരളത്തിൽ ക്രിസ്ത്യാനികൾ മറ്റും ഈ യഹൂദർക്ക് വേണ്ടി വാദിക്കുമ്പോൾ അവരുടെ ചരിത്രം മുഴുവൻ പറയുന്നത് അവരെ വേട്ടയാടിയത്, അവരെ കൊന്നൊടുക്കിയത്, അവരെ ഗ്യാസ് ചേമ്പറിലേക്ക് അയച്ചത്, അവരെ പീഡിപ്പിച്ചത്, അവരെ ജീവനോടെ കത്തിച്ചത് ഒക്കെ തന്നെ ക്രിസ്തുമതത്തിന്റെ പേരിലാണ് യൂറോപ്പിൽ ആകെ തന്നെ. അതൊരു യാഥാർത്ഥ്യമാണ്. യൂറോപ്പിൽ ഏത് രാജ്യത്ത് ചെന്നാലും പഴയ യഹൂദ പീഡനത്തിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. പിന്നീട് അത് ട്രാൻസ്ഫോം ചെയ്യുകയാണ്. അതൊരു ഇസ്ലാമിക് ജൂയിഷ് കോൺഫ്ലിക്റ്റ് ആയിട്ട് അത് ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നത് 1920s. 1920s ഒരു പ്രധാനപ്പെട്ട ചരിത്ര കാലഘട്ടമാണ്. ഞാൻ അതേക്കുറിച്ച് കുറേയേറെ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറേയേറെ കാലമായി ഞാൻ വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതേക്കുറിച്ച് വീണ്ടും എഴുതണമെന്നും പറയണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം സമാന്തരമായ വേറൊരു സംഗതിയും കൂടി പീരീഡിലുണ്ട്. ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ്, 1920s തന്നെയാണ് ഹിന്ദുത്വം വളർന്നു വരുന്നത്. ഇതിനെന്തെങ്കിലും പരസ്പര ബന്ധമുണ്ടോ? ആരെങ്കിലും ആലോചിച്ചല്ലേ ഇത് ഉണ്ടാക്കുന്നത്? ഇതൊക്കെ ഒരു ചരിത്ര മുഹൂർത്തങ്ങളോടുള്ള ഒരു റെസ്പോൺസ് കൊണ്ടാണ് ഇത്തരം പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ വളർന്നു വരുന്നത്. അപ്പൊ അത് ഈ പഠനത്തിന്റെ മുന്നോട്ടുള്ള പോക്കിലെ മറ്റൊരു മുഖമാണ് ഈ 1920s എന്തുകൊണ്ടാണ് ഒരു ഹിന്ദു നാഷണലിസം അതിനൊരു രാഷ്ട്ര രൂപീകരണ ത്വരയുമായിട്ട് മുന്നോട്ട് വളർന്നു വരാൻ തുടങ്ങുന്നത്. ഇതേ കാലഘട്ടത്തിൽ തന്നെ എന്തുകൊണ്ടാണ് ഖലിഫേറ്റ് വീണ്ടും തുടങ്ങണം എന്ന് പറയുന്ന ഒരു ആശയത്തിന് 1800കളുടെ അവസാനം തുടങ്ങിയ ഒരു പ്രസ്ഥാനത്തിന് കാറ്റ് കിട്ടുന്നത്? എന്തുകൊണ്ടാണ് 1800കളുടെ അവസാനം ഉണർന്നു വരുന്ന സയോണിസ്റ്റ് പ്രസ്ഥാനത്തിന് 1921 ആവുമ്പോഴേക്കും അതിന് ഒരു രാഷ്ട്ര നിർമ്മാണ ത്വര ഉണ്ടാകുന്നത്? ഒരു ചരിത്ര കാലഘട്ടം 1920 മുതൽ ഒരു 25-26 വരുന്ന ഒരു കാലഘട്ടത്തിൽ സമാന്തരമായി നമ്മൾ കാണുന്ന പല പ്രസ്ഥാനങ്ങളുണ്ട് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. ജർമ്മനിയിൽ നാസിസത്തിന്റെ ഉയർച്ച, ഇറ്റലിയിൽ ഫാസിസത്തിന്റെ ഉയർച്ച, ഇന്ത്യയിൽ ഹിന്ദുത്വത്തിന്റെ ഉയർച്ച, സയോണിസ്റ്റ് മൂവ്മെന്റ്, ജിഹാദിസം, ഇതൊക്കെ വളർന്നു വരുന്നതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. ഇതിനെല്ലാം നമ്മൾ ഒരു ഐഡിയോളജിക്കലി നമ്മൾ ബ്രാൻഡിഷ് ചെയ്തിട്ട് അതിനെ ഇട്ട് കാണുകയല്ല വേണ്ടത്. അത് വളർന്നു വരാൻ വഴിയൊരുക്കിയ ചരിത്ര സാഹചര്യങ്ങളെ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അങ്ങനെ മാത്രമേ നമുക്ക് ചരിത്രത്തെ കാണാൻ പറ്റുകയുള്ളൂ. ജിഹാദിസവും സയോണിസവും തമ്മിലുള്ള ചില ബന്ധങ്ങൾ, ഒരു പരസ്പര ബന്ധം ഞാൻ ഒരു ചെറിയ ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. നോക്കൂ, ഇതിന്റെ രണ്ടിന്റെയും മതപരമായ റൂട്ട്സ് എന്താന്ന് നോക്കാം. ഇസ്ലാമിക് ജിഹാദിസത്തിന് എന്താണ്? ഇസ്ലാമിക് കൺസെപ്റ്റ് ഓഫ് സ്ട്രഗിൾ, മിലിറ്ററി ഫോക്കസ് ചെയ്തിട്ടുള്ള റാഡിക്കൽ ഇന്റർപ്രിറ്റേഷൻസ് ആണ് അതിന്റെ തുടക്കം എന്ന് പറയുന്നത്. ഇനി സയോണിസമോ, അതിന് ജൂയിഷ് ഈ ലോങ്ങിങ് ഫോർ എ ഹോംലാൻഡ് ആണ്. അവർക്കൊരു ഹോംലാൻഡ് വേണം എന്ന് പറയുന്ന മോഹം. അതിനെ ഹിസ്റ്റോറിക്കൽ ആൻഡ് റിലീജിയസ് ടൈസുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുവരുന്നു. പിന്നെ രണ്ടിനെയും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ജിഹാദിസത്തിന് അതിന് നിരവധി ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്. ഐഡിയോളജിക്കലി ജസ്റ്റിഫൈ ചെയ്യുന്ന റെസിസ്റ്റൻസോ ടെററോ രണ്ടുമുണ്ട്, അല്ലേ? പ്രതിരോധമാണ് ചിലത് ആക്രമണമാണ്. ഇനി ഇസ്ലാമിനോ മറ്റേ സയോണിസത്തിനോ അതിന് ഇസ്രയേലി പൊളിറ്റിക്സിന് അതിനൊരു സയോണിസ്റ്റ് ഐഡിയൽസുമായിട്ട് ബന്ധപ്പെടുത്തുന്നു. ഇതിനൊരു സ്റ്റേറ്റ്ഹുഡ് എന്ന് പറയുന്ന ഒരു ഡിസയർ, ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു റിലീജിയസ് ഹോംലാൻഡ് എന്ന് പറയുന്ന ഒരു ആശയം ഉരുത്തിരിഞ്ഞു വരുന്നു. നോക്കൂ, ഇതേ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ മുസ്ലിം ഹോംലാൻഡ് എന്ന് പറയുന്ന ആശയം വരുന്നുണ്ട്. ഹിന്ദു നേഷൻ എന്ന് പറയുന്ന ആശയം വരുന്നുണ്ട്. ഇതേ കാലഘട്ടത്തിലാണ് സയോണിസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആശയം കടന്നു വരുന്നത്. ഇനി വയലൻസ് ഉപയോഗിക്കാമോ എന്ന കാര്യത്തിൽ
ജിഹാദിസ്റ്റ് മൂവ്മെന്റിന് എപ്പോഴും അവർക്ക് ഇൻസർജൻസി ടാക്ടിക്സ് എന്ന നിലയിൽ വയലൻസ് ഉപയോഗിക്കാം എന്നത് സിദ്ധാന്തവൽക്കരിക്കുന്ന രീതിയാണ് അവർക്കുള്ളത്. ഇനി ഇസ്രയേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റിനകത്തോ ഇരുകൂട്ടരും മിലിറ്റന്റ് റെസിസ്റ്റൻസും വയലൻസും ഉപയോഗിക്കാൻ മടിക്കുന്നില്ല, ഇരുകൂട്ടരും മടിക്കുന്നില്ല. ഇനി ഇതിന്റെ ഗ്ലോബൽ റീച്ച് നോക്കിയ രണ്ടു കൂട്ടരുടെ ജിഹാദിസത്തിന് അതിന് വലിയൊരു ഗ്ലോബൽ റീച്ച് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അൽ ഖയ്ദ, ഐസിസ് ഒക്കെ ആക്രമണങ്ങൾ നടത്തുന്ന ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പോയിട്ടാണ്. അവരുടെ പ്രധാന പ്രഭവ കേന്ദ്രത്തിൽ മാത്രമല്ല. സയോണിസോ അതിന് വ്യത്യാസമുണ്ട്. സയോണിസം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതൊരു ഗ്ലോബൽ ജൂയിഷ് സപ്പോർട്ട് ഉണ്ടെങ്കിലും അതിന്റെ പ്രവർത്തന കേന്ദ്രം ഗ്ലോബൽ അല്ല. അത് ഈ പറയുന്ന ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്ര നിർമ്മാണത്തിലേക്ക് നീങ്ങുകയും ആ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട് അവരുടെ പൊളിറ്റിക്കൽ ഗോൾ എന്ന് പറയുന്നത് അവരുടെ പ്രവിശ്യയിൽ ആണ് നിൽക്കുന്നത്. പക്ഷെ അതിന് ഗ്ലോബൽ ജൂയിഷ് സപ്പോർട്ടുണ്ട്. അവിടെ ഒരു വലിയ വ്യത്യാസം കാണുന്നുണ്ട്. ഇനി ഇതിന് പാശ്ചാത്യ ലോകവുമായിട്ടുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ലോകത്തിലെ ഏറ്റവും വലിയ മിലിറ്ററി ഫോഴ്സും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയും ലോക രാഷ്ട്രീയത്തെ കഴിഞ്ഞ 1.5 സഹസ്രാബ്ദമായി അതിനെ നിയന്ത്രിച്ചു പോകുന്നതും ഒരർത്ഥത്തിൽ വെസ്റ്റേൺ വേൾഡ് തന്നെയാണ്. അപ്പൊ അതൊരു നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതൊരു പൊളിറ്റിക്കൽ റിയാലിറ്റിയാണ്. ഈ വെസ്റ്റേൺ വേൾഡിന്റെ സ്വാധീനത്തിന് എതിരായിട്ടാണ് ഈ ജിഹാദിസ്റ്റ് മൂവ്മെന്റിന്റെ നിലപാട്. എന്നാൽ വെസ്റ്റേൺ പവേഴ്സിന്റെ പൊതുവായ സപ്പോർട്ട്, എസ്പെഷ്യലി യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ സപ്പോർട്ട് ഇസ്രയേലിന്റെ പക്ഷത്താണ്. ഡെസ്പൈറ്റ് വെസ്റ്റേൺ വേൾഡിന്റെ പ്രധാനപ്പെട്ട മതമായിരുന്ന കത്തോലിക്ക സഭയും പ്രൊട്ടസ്റ്റന്റ് മതവും ഈ സയോണിസത്തിന് എതിരായിരുന്നെങ്കിലും അവരെല്ലാവരും തന്നെ ഇസ്രയേലിലെ ഈ യഹൂദർക്കെതിരായിരുന്നെങ്കിലും 1921 മുതൽ അതിനൊരു മാറ്റം നമ്മൾ കണ്ടിട്ട് വെസ്റ്റേൺ വേൾഡ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതിന്റെ കാരണം എന്താണ്? ഈ മുസ്ലിം വേൾഡിന് വെസ്റ്റിനോടുള്ള അവേർഷനാണോ? കാരണം വെസ്റ്റിനോടുള്ള അവേർഷൻ തുടങ്ങുന്ന എവിടെയെന്നാണ്? അവരുടെ ഖാലിഫയെ തകർത്തത് മുതലാണ്. 1-ാം ലോകമഹായുദ്ധത്തിന് അവസാനം അവരുടെ സാമ്രാജ്യത്തെ തകർത്ത വെസ്റ്റിനോടുള്ള ഒരു എതിർപ്പും ശത്രുതയും കടുത്ത വിയോജിപ്പും ഒക്കെ വളർന്നു വരുന്നതോടുകൂടി വെസ്റ്റ് അതിന്റെ പൊസിഷൻ ഷിഫ്റ്റിംഗ് നടത്തുകയാണ്. ഒരു കംപ്ലീറ്റ്ലി പ്രോ ഇസ്രയേലി ആംഗിളിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ചരിത്ര സാഹചര്യത്തോട് നമ്മൾ പൊരുത്തപ്പെടുത്തിക്കൊണ്ട് വേണം ഈ പ്രശ്നത്തെ മനസ്സിലാക്കാൻ. ഇപ്പോഴുള്ള കോൺഫ്ലിക്റ്റിൽ ഏത് പക്ഷത്ത് ശരി, ഏത് പക്ഷത്ത് തെറ്റ്, ആര് തുടങ്ങി, ആരാണ് കൂടുതൽ അക്രമം കാണിച്ചത്, എന്താണ് അതിന്റെ സൊല്യൂഷൻ എന്നതിലേക്കൊന്നും ഈ ചർച്ചയിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇതിന്റെ ചരിത്രപരമായ റൂട്ടിലേക്ക് ഒന്ന് കടന്നു ചെല്ലാൻ ഒന്ന് സഹായിക്കുക എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. കാരണം ഈ പ്രശ്നത്തെ മനസ്സിലാക്കുമ്പോൾ ഈ വേരുകൾ, ചരിത്രത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഭൂതകാലത്തിന്റെയും വേരുകളെ കുറിച്ചുള്ള ഒരു ഗ്രാഹ്യം ഉണ്ടായെങ്കിലേ നമുക്കതിനെ പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.